ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഗുരുദേവ ഭക്തർക്കും എല്ലാ ശ്രീനാരായണീയർക്കും സർവോപരി ഈ കൺവെൻഷന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ സത്സംഗി സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട അമ്പിളിക്കും കൊച്ചു കുട്ടികൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് നമ്മൾ പാറപ്പാട് 3ാമത് ശ്രീനാരായണ കൺവെൻഷൻ്റെ വേദിയിലാണ്. 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ കൺവെൻഷൻ്റെ 1ാം ദിവസത്തിൽ 2ാം പ്രഭാഷണത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു ഉഗ്രൻ പ്രഭാഷണമൊക്കെ കേട്ട് പ്രബുദ്ധരായിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഗുരുവിൻ്റെ ധർമ്മം, അതായത് ഗുരു നമുക്ക് രചിച്ചു തന്നിരിക്കുന്ന ധർമ്മം നിത്യജീവിതത്തിൽ എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം, പ്രാവർത്തികമാക്കാം എന്നുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മളിപ്പോൾ ഈ നിമിഷങ്ങളിൽ നിൽക്കുന്നത്. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഗുരുവിനെ നമുക്ക് എല്ലാവർക്കും അടുത്തറിയാം ഇല്ലേ? ശ്രീനാരായണ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ കൊച്ചു കുട്ടികൾ വരെ പറയും നമ്മുടെ ഏവരുടെയും ആത്മീയ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അപ്പോൾ ഗുരു നമുക്ക് തന്നിരിക്കുന്ന ധർമ്മം, അതിനെപ്പറ്റി ചോദിച്ചാൽ നമ്മളൊന്ന് ഒരു നിമിഷം ഒന്ന് ശങ്കിച്ച് നിൽക്കും. ഗുരുവിനെ നന്നായി അറിയാം, പക്ഷെ ഗുരു നമുക്ക് തന്നിരിക്കുന്ന ധർമ്മത്തെ അത് എന്താ എന്നുള്ള ഒരു സന്ദേഹം ഒരു സെക്കൻഡെങ്കിലും ഉള്ളിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ അറിയാമെന്നുള്ള മട്ടിൽ തലകുലുക്കുക. കാരണം ശ്രീനാരായണീയർ എന്ന് പറയുമ്പോൾ ഗുരു രചിച്ച ധർമ്മത്തെ അറിയാതെ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ നമുക്കെല്ലാവർക്കും. അപ്പോൾ അറിയില്ല എന്ന് പറയാതെ അറിയാം എന്നുള്ള മട്ടിൽ അറിയില്ലെങ്കിലും നമ്മൾ നിൽക്കുമെന്നുള്ളതാണ്. നിത്യജീവിതം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് അല്ലേ? ഓരോ ദിവസവും നേരം പുലർന്നു, നമ്മൾ ഉണർന്നു, സന്ധ്യ മയങ്ങുന്നു, അല്ലെങ്കിൽ അന്തിയാകുന്നു, നമ്മൾ ഉറങ്ങുന്നു. ഇങ്ങനെ കടന്നു പോകുന്ന ഓരോ ദിവസത്തെക്കുറിച്ചും നമ്മൾ നല്ല ബോധവാന്മാരാണെങ്കിൽ അപ്പോൾ ശ്രീനാരായണ സ്മൃതി എന്നറിയപ്പെടുന്ന ഗുരുധർമ്മം നമുക്ക് ഏവർക്കും ഒരു നിധി പോലെ രചിച്ച് തന്നിട്ട് ഇപ്പോൾ കൃത്യം 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 100ാം വർഷത്തിൽ നമ്മൾ നിൽക്കുകയാണ്. 1100 ചിങ്ങമാസത്തിലാണ് ഗുരുദേവ തൃപ്പാദങ്ങൾ ശ്രീനാരായണ ധർമ്മം സംസ്കൃതത്തിൽ പറഞ്ഞുകൊടുത്ത് ആത്മാനന്ദ സ്വാമികൾ അതൊരു പുസ്തക രൂപത്തിൽ രചിക്കുന്നത്, എഴുതിയെടുക്കുന്നത്. അപ്പോൾ 1200ാം ആണ്ടിൽ നിൽക്കുന്ന നമുക്ക് ഇത് 100ാം വാർഷികമാണ് ആക്ച്വലി. പക്ഷേ ചില പുസ്തകങ്ങളിലൊക്കെ 1925 ഗുരു ഇത് രചിച്ചതെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അടുത്ത കൊല്ലമായിരിക്കും ഇതിൻ്റെ ശതാബ്ദി ആഘോഷിക്കാൻ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്. എന്താണെങ്കിലും ശ്രീനാരായണീയർ എന്ന് അഭിമാനം കൊള്ളുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും പ്രഥമ കർത്തവ്യമാണ്, പ്രധാന ഉത്തരവാദിത്തമാണ് ശ്രീനാരായണ ധർമ്മത്തെ അനുധാവനം ചെയ്യുക, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളത്. കാരണം ഗുരുവിനെ ഇപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഗുരുവിനെ അറിയാം. കാരണം എന്തുകൊണ്ടാണ്? ദീനാനുകമ്പ എവിടെയൊക്കെ വേണമോ അവിടെയെല്ലാം ഗുരുവിൻ്റെ സജീവ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിച്ചറിയുന്നുണ്ട് ഇല്ലേ? അതായത് ദൈവദശകത്തിൽ ദീനാ അവന പരായണ എന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദീനാവന പരായണനായി ഗുരു നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. എപ്പോഴൊക്കെ നമുക്ക് സങ്കടം വരുമ്പോഴും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം മുതിർന്ന ആളുകളാണ്. ഒരു 3 കുട്ടികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, 4 കുട്ടികളുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുവരെയുള്ള ജീവിതയാത്രയിൽ പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴൊക്കെ ഗുരു ഒരു വലിയ കരുത്തായി, വെളിച്ചമായി, ചൈതന്യമായി നമ്മളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അനുഭവമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദീന അവന പരായണനായി ഗുരു നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ചൈതന്യവത്തായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ ധർമ്മത്തെ അറിയാൻ ശ്രമിക്കുക എന്നുള്ള ആ ഒരു വലിയ ഒരു പ്രയത്നം ശ്രീനാരായണീയരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പല ശ്രീനാരായണീയ ഭവനങ്ങളിൽ ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ കഴിയുക. ഗുരുധർമ്മം രചിച്ചു തന്നത് ഒരിക്കലും ശ്രീനാരായണീയർക്ക് മാത്രമല്ല,
മാനുഷകുലത്തിന്, മനുഷ്യർക്ക് ആകവേ വേണ്ടിയിട്ടാണ് ഗുരു ശ്രീനാരായണ ധർമ്മം, ശ്രീനാരായണ സ്മൃതി രചിച്ചു തന്നത്. കാരണം 5000-10,000 വർഷങ്ങൾക്ക് മുമ്പേ ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സംസ്കൃതിയാണ് നമുക്കുള്ളത്, ഭാരതത്തിനുള്ളത്. ഇല്ലേ? ഭഗവത്ഗീത എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം ധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. അതായത് എവിടേക്ക് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുവോ അവിടെ എല്ലാം ഭഗവാൻ അവതാരം എടുക്കുമെന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്, ഈ ത്രേതായുഗം, ദ്വാപരയുഗം, അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ കലിയുഗത്തിൽ അവതാരമെടുത്ത ഈശ്വരൻ തന്നെയാണ് നാരായണ ഗുരു എന്ന് തിരിച്ചറിയുമ്പോൾ, അതുപോലെ ഗുരുഷട്കത്തിലും ഗുരുസ്തവത്തിലും ഗുരുപാദ ദശകത്തിലൊക്കെ ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യരും ഗൃഹസ്ഥ ശിഷ്യരും ഒക്കെ ഗുരു ആരാണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നുമുണ്ട്. ഇല്ലേ? ഇപ്പം നിങ്ങളുടെ ഇവിടെ കൺവെൻഷൻ്റെ ഈ ഒരു ഇതെടുക്കുമ്പോൾ തന്നെ, ഈ ഒരു പുസ്തകം എടുക്കുമ്പോൾ തന്നെ, നോട്ടീസ് എടുക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ രചിച്ച ഗുരുഷട്കത്തെ കാണാം. നമുക്ക് വളരെ കൃത്യമായി ഗുരു സശരീരനായിരുന്ന ആ കാലഘട്ടത്തിൽ ഗുരു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ശിവലിംഗദാസ സ്വാമികൾ എഴുതിയിരിക്കുകയാണ്, ഗുരു സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്, ഗുരു സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. അത് വാഴ്ത്തുന്ന 6 ശ്ലോകങ്ങളാണ് ഗുരുഷട്കം. അതുപോലെ ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ഗൃഹസ്ഥ ശിഷ്യരിൽ ഒരാളായ മഹാകവി കുമാരനാശാൻ ഗുരു ആരാണെന്ന് ഗുരുസ്തവത്തിലും നമുക്ക് കാണിച്ചു തരുന്നു, ഇല്ലേ? അതായത് ഈശ്വരൻ തന്നെയാണ്, വെളിച്ചമായി നിറഞ്ഞു നിൽക്കുന്ന ഗുരു എന്ന് കുമാരനാശാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഗുരു ഈശ്വരനായി തന്നെ നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്നുണ്ട്. ഈ ഈശ്വരൻ രചിച്ചു തന്ന നിയമാവലിയാണ് ശ്രീനാരായണ സ്മൃതി എന്നറിയപ്പെടുന്ന ഗുരുധർമ്മം. അതിപ്പോൾ ഇവിടെ ബഹുമാന്യ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചു, ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മരണം വരെ, മരണാനന്തര ക്രിയ വരെയുള്ള കാര്യങ്ങൾ ഗുരുധർമ്മത്തിൽ ഗുരു രചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. പക്ഷേ ഒരു ചെറിയ തിരുത്ത്, കുഞ്ഞ് ജനിക്കണതിന് മുന്നേ എവിടെയാണ് കുഞ്ഞ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ. കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന നിമിഷം മുതൽ, അത് അമ്മ തിരിച്ചറിയുന്ന നിമിഷം മുതൽ കുഞ്ഞിനു വേണ്ടി അമ്മ ഈ ധർമ്മം ആചരിക്കണം എന്ന് പറയുമ്പോൾ, ഒരു ഭ്രൂണാവസ്ഥയിൽ പോലും ഈശ്വരൻ്റെ കാരുണ്യം പ്രകടമായി കുഞ്ഞിന് ലഭിക്കാൻ വേണ്ടി ഒരു അച്ഛനും അമ്മയും ഒരു തപസ്സു പോലെ ഈ ധർമ്മത്തെ ആചരിക്കണമെന്ന് ഗുരു പഠിപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കൃത്യമായിട്ടാണ്, അതുപോലെ ലളിതമായിട്ടാണ് ഗുരു നമുക്ക് ഈ മാനുവൽ നിയമസംഹിത തന്നിരിക്കുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ അറിയാതെ വിറച്ചു പോകും. ഗുരുവിൻ്റെ പാദങ്ങളിൽ നമ്മൾ സമർപ്പിതരായി വീണു പോകും. എന്തുകൊണ്ടാണ്? ഓരോ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠ ജന്മമാണ്. എല്ലാ ജീവജാലങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠതയേറിയ, ഏറ്റവും പുണ്യം ഏറിയ ഒരു ജന്മമായിട്ടാണ് മനുഷ്യജന്മത്തെ ഋഷിമാർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യ ശിശുവായി ജനിക്കാൻ തുടങ്ങുന്ന ഒരു ഭ്രൂണത്തിന് ആ സമയം കൊണ്ട് തന്നെ ധർമ്മത്തിൻ്റെ രക്ഷ കൊടുത്ത് ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് ജനിപ്പിക്കണം. ഇതാണ് ഗുരു ആഹ്വാനം ചെയ്യുന്നത്. ആരോട്? കുഞ്ഞിൻ്റെ അമ്മയോടും അച്ഛനോടും. അവിടെ മുതൽ തുടങ്ങുന്നു ഈ നിയമാവലി. പിന്നെ കുഞ്ഞ് ജനിച്ച് ഓരോ തവണ കുഞ്ഞിൻ്റെ ഓരോ പ്രധാനപ്പെട്ട ഓരോ ചടങ്ങുകൾ വരുമല്ലോ. നമ്മൾ കുഞ്ഞിന് ചോറൂണ് കൊടുക്കുന്നത് മുതൽ, എഴുത്തിനിരുത്തുന്നത് മുതൽ, ഇങ്ങനെ പ്രധാനപ്പെട്ട ഓരോ ദിവസങ്ങളിലും അടക്കം ഓരോ നിമിഷവും ആചരിക്കേണ്ട നിയമങ്ങളെ ചേർത്ത് വെച്ച് ജീവിക്കുവാൻ ഗുരു ആഹ്വാനം ചെയ്യുമ്പോൾ, ഇത് അറിയാതെ പോയതുകൊണ്ടാണ് ഇന്ന് നമ്മളടക്കമുള്ള തലമുറ പല ധർമ്മച്യുതികളിലും മൂല്യച്യുതികളിലും പെട്ട് ഉഴറുന്നത്, അല്ലെങ്കിൽ ഉഴലുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും അതിനെ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ 100ാം വാർഷികം ആചരിക്കുന്ന ഈ വേളയിലെങ്കിലും ഗുരുവിൻ്റെ ധർമ്മത്തെ അറിയുവാനും അത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുവാനും നമുക്ക് കഴിയണം. ഇതാണ് നമുക്ക് ഗുരുവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദക്ഷിണ. കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്,
ധര ഇതി ധർമ്മഃ എന്നാണ് വേദങ്ങളിൽ പോലും പറയുന്നത്. അതായത് ഈ ഭൂമിയെ ധരിച്ചിരിക്കുന്നത്, താങ്ങി നിർത്തിയിരിക്കുന്നത് എന്താണ്? ധർമ്മമാണ്. അതുപോലെ തന്നെ ഋഗ്വേദത്തിലൊക്കെ പറയുന്നു ധർമ്മ രക്ഷതി രക്ഷിതഃ. അത് ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെയും രക്ഷിച്ചുകൊള്ളും. അപ്പോൾ നമ്മളൊക്കെ ഈ ജീവിതയാത്രയിൽ പലപ്പോഴും പല സ്ഥലത്തും വളരെ ഭയപ്പെട്ട് ആശങ്കാകുലരായി ടെൻഷൻ അടിച്ച് നിൽക്കാറുണ്ട് അല്ലേ? ഇപ്പോഴും നിൽക്കുന്നുണ്ട്, പലപ്പോഴും നിന്നിട്ടുമുണ്ട്. പക്ഷേ ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ഒരു ഭയ ആശങ്കകളും വേണ്ട എന്നാണ് ഋഷിമാർ പറയുന്നത്. കാരണം എന്താ? അതാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ സുഹൃതം. ധർമ്മ രക്ഷതി രക്ഷിതഃ എന്ന് പറയുമ്പോൾ ധർമ്മത്തെ നാം മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ധർമ്മം നമ്മളെ മുറുകെ പിടിച്ചുകൊള്ളും. എത്ര രസകരമായിട്ടാണ് ഈ ഒരു ആപ്തവാക്യത്തെ നമ്മുടെ മുമ്പിൽ ഋഷിമാർ തരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പദങ്ങൾ ധർമ്മത്തെക്കുറിച്ച് ഒരു പ്രാർത്ഥന തന്നെ എഴുതിയിട്ടുണ്ട്. 4 വരികളുള്ള ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ധർമ്മ ഏവ മഹാധനം, ധർമ്മ ഏവ പരം ദൈവം, ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം. അത് ധർമ്മം തന്നെയാണ് മഹാധനമായിട്ട് ഗുരു നമുക്ക് കാഴ്ചവെക്കുന്നത്. നമുക്കോ വേറെ രീതിയിലാണ് ധനത്തെ നമ്മൾ വലിയ മഹത്താക്കി വെച്ചിരിക്കുന്നത് അല്ലേ? പുറമേയുള്ള കറൻസി നോട്ടുകളെയാണ് നമ്മൾ ധനമായി കാണുന്നതെങ്കിൽ ഗുരു നമ്മളോട് തിരുത്തി പഠിപ്പിച്ചു തരുന്നു, ധർമ്മമാണ് മഹാധനം. ഈ ധനം കയ്യിലുണ്ടെങ്കിൽ പുറമേയുള്ള ധനമൊക്കെ താനേ വന്നുകൊള്ളും. അതുപോലെ പരമമായ ദൈവമായിരിക്കുന്നത് എന്താണ്? ധർമ്മം തന്നെയാണ്. അപ്പോൾ ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരുവന് ധർമ്മ സർവത്ര വിജയി. ഈ ലോകത്തെ എവിടെ ചെല്ലുമ്പോഴേ എന്തേ കിട്ടുന്നുള്ളൂ? വിജയം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം മനുഷ്യജന്മം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്, വിജയ പരാജയ സമ്മിശ്രമാണ് എന്നൊക്കെ പറയുമ്പോഴും പരാജയത്തെ കൂടി വിജയമാക്കി തരുന്ന വിധത്തിൽ ധർമ്മം നമുക്ക് രക്ഷ തരുമെന്നാണ് നാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം. ഉറപ്പായിട്ടും ധർമ്മം മുറുകെ പിടിക്കുന്നവർക്ക് ശ്രേയസ് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഗുരു വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഈ ധർമ്മത്തെ ഇത്രയും പ്രാധാന്യത്തോടെ ഋഷിമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ധർമ്മത്തെ പക്ഷേ സാധാരണ ഗൃഹസ്ഥരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധർമ്മം ദൂരെ എവിടെയോ നിൽക്കുന്നതെന്നാണ് പറയുക ഇല്ലേ? എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്ര പേർക്ക് ഗുരുധർമ്മത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരുധർമ്മം ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ നാം ആചരിക്കുന്നതാണ് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരിവിടെയുണ്ട്? ഒന്ന് കൈവക്കാമോ? ധർമ്മം ഞങ്ങളെല്ലാ ദിവസവും ആചരിക്കുന്നവരാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തന്ന ധർമ്മത്തെ ഞങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചവരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? കൈ പൊക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? കുറച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ, പകുതി പൊങ്ങിയിട്ടുണ്ട് ചിലരുടെയൊക്കെ കൈ. എന്നാലും ഉറപ്പായിട്ട് ഞങ്ങളിത് ധർമ്മത്തെ അനുധാവനം ചെയ്യുന്നു, അനുസന്ധാനം ചെയ്യുന്നെന്ന് പറയാനുള്ള ആ ഒരു ചങ്കൂറ്റം നമ്മൾ ശ്രീനാരായണർക്കില്ല. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു വന്നതും. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്മളൊക്കെ സാധാരണ ഗൃഹസ്ഥരെ ജീവിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉണർന്ന് ഉറങ്ങി പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ യഥാർത്ഥ ധനത്തെ എങ്ങനെയാണ് ഉള്ളത്തിലേക്ക് ആവാഹിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിനു കാരണം. നമ്മളെ സംബന്ധിച്ചുള്ള ധനം എന്ന് പറയുന്നത് നേരത്തെയുള്ള കറൻസിയാണ്. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് നമുക്ക് ഓടി കര എത്താൻ പറ്റുള്ളൂ ഇല്ലേ? ഈ ഒരു ചിന്ത ഇപ്പോൾ ഇരിക്കുന്ന തലമുറ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 30s-നും 70s-നും ഇടയ്ക്കുള്ള തലമുറയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്ത് ഇതേപോലുള്ള കൺവെൻഷൻസ് ഒന്നും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് സിദ്ധിച്ചിട്ടില്ല. ഗുരുവിനെ അറിയാം, പക്ഷെ ഗുരു തന്നിട്ടുള്ള നിധികളെക്കുറിച്ച് അറിയാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞിട്ട് നമ്മളുടെ കുറവുകളെ നമ്മളിങ്ങനെ ആശ്വാസപൂർവ്വം നികത്തുന്നുണ്ട്. പക്ഷേ ഈ കിട്ടിയ നിമിഷത്തിലെങ്കിലും അതറിയാൻ നമുക്ക് കഴിയുമ്പോൾ അത് ജീവിതത്തിലേക്ക് നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ട് എങ്കിൽ
ഒരു നിമിഷവും നമുക്ക് പാഴായി പോയിട്ടില്ല എന്ന് ആശ്വസിക്കാം. കാരണം എന്താ? മനുഷ്യജന്മം എന്ന് പറയുന്നത് ഇന്നലെ വരെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിലല്ല, ഇപ്പോൾ മുതൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതിലാണ് നമ്മളുടെയൊക്കെ മനുഷ്യ ജന്മത്തിൻ്റെ പൂർണ്ണത ഇരിക്കുന്നതെന്നാണ് പറയുക. അപ്പോൾ ഗുരുധർമ്മത്തെ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെ ബഹുമാന്യ വനിതാ സംഘം സെക്രട്ടറി സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആത്മാനന്ദ സ്വാമികൾ രചിച്ച് ഗുരു അത് സംസ്കൃത ശ്ലോക രൂപേണയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആത്മാനന്ദ സ്വാമി അന്നന്ന് തന്നെ രചിച്ച് 30 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയതാണ് 10 അധ്യായങ്ങളിലായിട്ടുള്ള ശ്രീനാരായണ ധർമ്മം അല്ലെങ്കിൽ ശ്രീനാരായണ സ്മൃതി. ഈ 10 അധ്യായങ്ങളിൽ കൂടെ ഒന്നും കടക്കുക നമുക്കിന്നിപ്പോൾ പ്രായോഗികമല്ല. ഇന്ന് നമുക്കൊക്കെ ഗുരുദേവൻ്റെ പുസ്തകങ്ങൾ കിട്ടുന്ന എല്ലാ ഇടങ്ങളിലും, എല്ലാ ആശ്രമങ്ങളിലും, എല്ലാ ബുക്ക് ഷോപ്പുകളിലും 60 രൂപ കൊടുത്താൽ ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകം വാങ്ങാൻ കഴിയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്കൃതത്തിൽ ഗുരു എഴുതിയ ശ്രീനാരായണ ധർമ്മം മലയാള പരിഭാഷ നമുക്ക് ഇന്ന് ഏത് പുസ്തകം, അതായത് ഗുരുദേവൻ്റെ പുസ്തകങ്ങൾ കിട്ടുന്ന ഏത് പുസ്തകശാലയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും. അധികം വിലയൊന്നുമില്ല, ജസ്റ്റ് 60 രൂപ കൊടുത്താൽ മതി. 60 രൂപയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ധർമ്മം എന്ന് പറയുന്ന മഹത്തായ കൃതി നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഉണ്ടാകണം. കാരണം എന്താ? ഒരു ഭവനം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഭാഷയിൽ ഓരോ വീടും ഓരോ ആശ്രമമാകണം, ഇല്ലേ? ആശ്രമം എന്ന് പറയുന്നത് എന്താ? ശ്രമമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ആശ്രമം. പക്ഷെ ഇന്നത്തെ വീടുകളൊക്കെ എങ്ങനെയാണ്? വളരെ ശ്രമത്തോടു കൂടിയാണ് നമ്മളൊക്കെ കൊണ്ടുപോകുന്നത്, അല്ലേ? അതുപോലെ ഗുരു നിത്യചൈതന്യത്തിൻ്റെ വളരെ മനോഹരമായ ഡെഫിനിഷൻ ഉണ്ട് കുടുംബത്തെക്കുറിച്ച്. കൂടുമ്പോൾ ഇമ്പം വരേണ്ട ഇടമാണ് കുടുംബം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് മുൻപേ, ഇല്ലേ? ആരൊക്കെയാണ് ആ കുടുംബത്തിൽ കൂടുന്നത്? പലപ്പോഴും നമ്മൾ തമാശയ്ക്കും കാര്യമായിട്ടും പറയുന്നത് കുട്ടിത്തലമുറ, ബ്രഹ്മചാരികൾ, പിന്നെ ഈ കുട്ടിത്തലമുറയുടെ അച്ഛനമ്മമാർ, ഗൃഹസ്ഥാശ്രമികൾ, ഈ ഗൃഹസ്ഥാശ്രമികളുടെ അച്ഛനമ്മമാർ വാനപ്രസ്ഥികൾ, ഇല്ലേ? ഇവരുടെ വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാം 1 വയസ്സ് മുതൽ 25-27 വയസ്സ് വരെയുള്ള പഠനകാലത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ബ്രഹ്മചാരികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രഹ്മചാരികൾ ഒരു ഗ്രൂപ്പ്. ഇനി ജോലിയൊക്കെ കിട്ടി, വരുമാന മാർഗം കിട്ടി, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച ഈ പറഞ്ഞ അച്ഛനമ്മമാർ, ഗൃഹസ്ഥാശ്രമികൾ രണ്ടാമത്തെ ഗ്രൂപ്പ്. 60 വയസ്സൊക്കെ ആയി മക്കളുടെ മക്കളെയൊക്കെ കണ്ട് ജരാനരയൊക്കെ ബാധിച്ച്, പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്കും ജരാനരയൊന്നും കാണാൻ കഴിയില്ല, അല്ലേ? നരയൊക്കെ ഡൈവ് എടുത്ത് നമ്മൾ കറുപ്പിക്കും, ജരയൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയി. ഇന്നിപ്പോൾ എറണാകുളത്തൊക്കെ നമുക്ക് കാണാം സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ബ്യൂട്ടി പാർലർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇനി ജെൻസിന് ബ്യൂട്ടി പാർലർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നല്ല ഒട്ടും വയസ്സ് തോന്നിക്കാത്ത വിധത്തിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പുത്രൻ്റെ പുത്രർ, അതായത് ചെറുമക്കളെ കണ്ടു കഴിഞ്ഞാൽ വാനപ്രസ്ഥികളായിരിക്കുമെന്ന് നമുക്കങ്ങ് ഊഹിക്കാം. അപ്പോൾ 60 വയസ്സ് 70 വയസ്സായെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ചെറുമക്കളെ കണ്ടോ വാനപ്രസ്ഥ സമൂഹം മൂന്നാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഈ 3 ഗ്രൂപ്പുകൾ ഒരു വീട്ടിൽ ഒത്തുകൂടുമ്പോൾ അത് കൂടുമ്പോൾ ഇമ്പം വരുന്ന ഇടമാണെങ്കിൽ അത് കുടുംബം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അല്ലെങ്കിലോ കല്ലും സിമൻറ്റും മരമൊക്കെ കൊണ്ട് കെട്ടിയുയർത്തിയ ചുമ്മാ കെട്ടിടങ്ങൾ മാത്രമായി ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകൾ, ഇല്ലേ? ഇന്ന് പലയിടങ്ങളും അങ്ങനെയാണ്. കുടുംബം എന്ന് പറയാൻ പറ്റാത്ത വെറും കെട്ടിടങ്ങളായിട്ട് ഇന്നത്തെ വീടുകൾ മാറിയിട്ടുണ്ട്. കാരണം എന്താ? മക്കളെ ഇങ്ങോട്ട് വിളിച്ചാൽ അവർ അങ്ങോട്ട് പോകും. ഇനി നമ്മൾ മക്കൾ, നമ്മുടെ അച്ഛനമ്മമാർ ഇങ്ങോട്ട് വിളിച്ചാൽ എങ്ങോട്ടാണ് പോവുക? ഇങ്ങോട്ട് ഇനിയാണോ പോണേ? നമ്മൾ നേരത്തെ അങ്ങോട്ടായിരിക്കും പോവുക. നമുക്ക് പറയാൻ കുറേ ന്യായങ്ങളുമുണ്ട്. ഇനി അപ്പൂപ്പനും അമ്മൂമ്മയെ വിളിച്ചാലോ? അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ലോകത്തുണ്ടെങ്കിലും അവരെ കണ്ടിട്ട് വർഷങ്ങളായ മക്കളും ചെറുമക്കളും നമ്മുടെ ചുറ്റിനും ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടാൻ കഴിയാത്തത്? കൂടുമ്പോൾ ഇമ്പം കൊണ്ടുവരാൻ കഴിയാത്തത്? ഇതൊക്കെ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ യഥാർത്ഥത്തിൽ അറിയാൻ പറ്റാത്തതുകൊണ്ടും ഗുരു നമുക്ക് രചിച്ചു തന്ന ധർമ്മത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റാത്തതും കൊണ്ടും മാത്രമാണ്. അപ്പോൾ ഒരു മനുഷ്യജീവിതം എന്ന് പറയുമ്പോൾ കുറേ പൈസ കൂട്ടി വെച്ചാൽ എല്ലാമായി എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു സന്തോഷം തോന്നുമോ? എങ്കിൽ പണക്കാരൊക്കെ വലിയ സന്തോഷന്മാരായിരിക്കുമല്ലോ, ഇല്ലേ? ഇനി നമ്മൾ ആഗ്രഹിച്ച പോലെ വിദ്യാഭ്യാസം നേടി, ജോലി നേടി,
മക്കളൊക്കെ നല്ല ഉയർന്ന നിലയിലെത്തി, നമുക്ക് സന്തോഷം കിട്ടുമോ? സമാധാനം, സുഖവും സന്തോഷമൊക്കെ അപ്പോഴും ഇല്ല. കാരണം അങ്ങനെയൊക്കെ എത്തിയ ഒത്തിരി അച്ഛനമാരോട് ഉണ്ടാകും. അവരോട് നിങ്ങൾ പൂർണ്ണമായ തരത്തിൽ സന്തോഷന്മാരാണോ എന്ന് ചോദിച്ചാൽ അവരല്ലാന്ന് തന്നെയാണ് പറയേണ്ടാവുക. അപ്പോൾ ഈ ജീവിതത്തിൽ എന്താണ് പൂർണ്ണത തരുന്നത് എന്ന് ചോദിച്ചാൽ, ബാഹ്യമായിട്ടുള്ള ലക്ഷ്യങ്ങളായി നമ്മൾ കണ്ടിരിക്കുന്ന ഇതൊന്നുമല്ല ജീവിതത്തിന് പൂർണ്ണത തരുന്നത്. അതായത് നമ്മളിപ്പോൾ കുട്ടിക്കാലം മുതൽ പഠിച്ചു വരുന്ന ഈ പറഞ്ഞ മാതിരി ഒത്തിരി ധനമുണ്ടെങ്കിൽ, വിദ്യയുണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ, സൊസൈറ്റിയിൽ നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു അബദ്ധധാരണയിൽ നിന്ന് ഇന്ന് നമ്മളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇരിക്കുന്നവരെങ്കിലും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കൺവെൻഷന് ഒന്നാമത്തെ ദിവസം രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്ത്, ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഉച്ചയ്ക്ക്, അതെല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് രണ്ടാമതും ഇവിടെ വന്നിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം അതൊന്നു മാത്രമാണ്. എന്താണ്? ജീവിതത്തിൽ പൂർണ്ണത ലഭിക്കണമെങ്കിൽ നമ്മൾ ആരാണ് എന്നെങ്കിലും നമുക്കൊന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ നിത്യജീവിതം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ഓരോ പല പല പ്രവൃത്തികളിൽ ഏർപ്പെട്ട് വരുമ്പോൾ വീട്ടമ്മമാരുണ്ടാകാം, ഉദ്യോഗസ്ഥന്മാരുണ്ടാകാം, ഉദ്യോഗസ്ഥകളുണ്ടാകാം, എല്ലാ തരത്തിലും ഓരോരോ റോളുകളിൽ നമ്മൾ പ്രവേശിച്ച് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു തൃപ്തിയോടുകൂടി ഓരോ ദിവസത്തെയും കടന്നു പോകാൻ കഴിയുന്നുണ്ടോ? എത്ര ആഗ്രഹങ്ങളാണ് പൂർത്തിയാകാതെ ഓരോ ദിവസവും കടന്നു പോയത് ഇല്ലേ? ഇനി നടക്കാതെ പോയ ആഗ്രഹങ്ങൾ ഇനി നടത്താൻ പറ്റുന്നുള്ള വിശ്വാസമുണ്ടോ? ഇനി ജീവിതത്തിൻ്റെ പകുതി ആയുസ്സൊക്കെ ഇപ്പോഴേ കഴിഞ്ഞു, ഇനി ഈ ഇത്രയും പകുതി നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ്. ഇങ്ങനെയുള്ള തലത്തിൽ കൂടി നമ്മളുടെ ലക്ഷ്യങ്ങളായി നമ്മൾ കണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ? മക്കളെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കണം ഇല്ലേ? 10 തൊട്ട് സമ്പാദിക്കണം, നാളെ വയസ്സാകുമ്പോൾ ആരെയും ആശ്രയിക്കാതെ നമുക്ക് സ്വസ്ഥമായി ഗുരു ഗദ്യപ്രാർത്ഥനയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും ഉള്ള അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ എന്ന് ഗുരു പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി ഈ പ്രാർത്ഥനയിൽ കൂടി നമ്മളൊരു വിശ്വാസത്തോടെ നടന്നു പോവുകയാണ്. പക്ഷെ ചെയ്യേണ്ടതായിട്ടും നമ്മൾ ചെയ്യണമില്ല ഇല്ലേ? നോക്കൂ, ഗുരുവിൻ്റെ ധർമ്മത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, അവസാന ശ്വാസം വരെ നമുക്ക് എന്താണ് കൂട്ടുണ്ടായിരിക്കുക എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും കൂട്ടുണ്ടാവുക? ആർക്കുത്തരം പറയാം? നമ്മൾ വളർത്തി വലുതാക്കിയ മക്കൾ നമുക്ക് കൂട്ടുവരുമോ? നമ്മൾ ആർജിച്ച വിദ്യ, അല്ലെങ്കിൽ PhD സ്കോളറൊക്കെയാണ്, വലിയ വലിയ ജോലി എന്നൊക്കെ റിട്ടയർ ചെയ്ത ആളാണ്, ആ ഒരു വലിയ ഗമ നമുക്ക് കൂട്ടുണ്ടായിരിക്കുമോ? ഒരിക്കൽ വാട്സപ്പിൽ വന്ന തമാശയായിട്ടുള്ള ഒരു മെസ്സേജാണ്, 60 വയസ്സ് കഴിയുമ്പോൾ ജോലി സ്ഥലം നിങ്ങളെ റിട്ടയർ ചെയ്യിപ്പിക്കും, 70 വയസ്സ് കഴിയുമ്പോൾ പതുക്കെ സംഘടനകളിൽ നിന്നൊക്കെ നമ്മളങ്ങ് റിട്ടയർ ചെയ്യിപ്പിക്കും ഇല്ലേ? ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ പറയണമെന്ന് ചിലപ്പോൾ റിലേ വരില്ല ചിലർക്ക്. അപ്പോൾ സംഘടനയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലോ ഇനി പതുക്കെ ഇതൊക്കെ മടക്കി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് സംഘടനയിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിടുന്നുണ്ടാകാം. 80 വയസ്സായാലോ പതുക്കെ വീട്ടിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്താൻ തുടങ്ങും ഇല്ലേ? അപ്പാപ്പന് ചെവി കേൾക്കില്ല, അമ്മൂമ്മയ്ക്ക് കണ്ടാൽ മനസ്സിലാവില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല, അപ്പോൾ എന്നിട്ട് നീ മാറിയിരുന്നു, അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടുകാർ നമ്മളെ പതുക്കെ റിട്ടയർ ആക്കും. ഇപ്പോൾ കേരളത്തിലെ ഒരു ജീവിത നിലവാരം നോക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ ആ ഒരു ലൈഫ് സ്പാൻ 80-90 വയസ്സ് വരെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ 80 വയസ്സ് 90 വയസ്സൊക്കെ ആകുമ്പോഴോ പതുക്കെ ലോകം തന്നെ നമ്മളെ കളയുകയാണ്, ഈ ലോകത്ത് നമ്മൾ വിട പറയുകയാണ്. അപ്പം ഈ തലത്തിലേക്ക് നമ്മൾ പോയി പോകുന്ന ഒരവസ്ഥയിൽ ഓരോ ദിവസവും നമ്മളിതിനെ കടന്ന് ഈ പറഞ്ഞ റിട്ടയർമെൻറ്റിൻ്റെ ആ നിമിഷങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ സ്വായത്തമാക്കിയത്, അല്ലെങ്കിൽ അവസാന ശ്വാസം നമുക്ക് എന്തായിരിക്കും കൂട്ടുണ്ടായിരിക്കുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ഒന്നുകൂടി ഞാൻ കൂട്ടുപിടിക്കുകയാണെങ്കിൽ, ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും ഉള്ള അനുഗ്രഹം. ഇത് കൃത്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടുന്നുണ്ട്. പക്ഷേ നമ്മളോട് നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുടുംബം നന്നായിരിക്കണം, മക്കൾ ഉയർന്ന നിലയിലെത്തണം, 10 കാശ് ഉണ്ടാക്കണം, നല്ലൊരു വീട് വയ്ക്കണം, ഒരു വാഹനം വാങ്ങണം, ഈ പറഞ്ഞ ബാഹ്യമയ ലക്ഷ്യങ്ങളായിരിക്കില്ലേ നമുക്കുണ്ടാവുക. അപ്പോൾ ഈ
അവസാന ശ്വാസം വരെ, അല്ലെങ്കിൽ ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം, ആ ലക്ഷ്യത്തെ ആരാണ് ഓർക്കുന്നത്? ഇതുവരെ ഓർത്തിട്ടുണ്ടോ? അത് പ്രാർത്ഥനയിൽ ചൊല്ലി പോയിട്ടുണ്ട്. പക്ഷേ ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും അന്തിമമായ ലക്ഷ്യം ഈ ഒന്നായിരിക്കണം. ഏത്? ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിന്, ഭഗവാന്റെ പാദത്തിലേക്ക് ലയിച്ചു ചേരുവാനുള്ള അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ. ഈ ലക്ഷ്യമായിരിക്കണം നമ്മുടെ ഉള്ളിൽ സദാസമയം ഉണ്ടാകേണ്ടത്. അതോടൊപ്പം ഉള്ളിലേക്ക് നാം ആർജിക്കേണ്ട ഒന്നുകൂടിയുണ്ട്. അതുണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. അതെന്താണത്? ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ പിന്നെയും വരികയാണ്. അവസാന ശ്വാസം വരെ നമുക്ക് എന്താണ് ഉണ്ടായിരിക്കുക? അത് നമ്മൾ ആർജിക്കുന്ന ഒന്നാണ്. അതെന്താണെന്ന് പറയാമോ? ഈശ്വരീയമായ അറിവ്. ഇങ്ങനെയുള്ള കൺവെൻഷനുകളിലും അല്ലെങ്കിൽ സത്സംഗങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിനപ്പുറത്തെ യഥാർത്ഥ വിദ്യ എന്താണെന്ന് പഠിപ്പിക്കുന്ന ഋഷിമാരുടെ ദർശനത്തെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ, ഋഷിമാരുടെ ദർശനങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ ഉള്ളത്തിലിരുന്ന് തുടിക്കുന്ന ജീവൻ, അത് ഈശ്വരൻ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഭ്രൂണാവസ്ഥയായി നമ്മളെ നിക്ഷേപിക്കുമ്പോൾ തന്നെ വെച്ചിരിക്കുന്ന അറിവ് എന്ന് പറയുന്ന വലിയൊരു നിധിയുണ്ട്. ഈ അറിവിനെ അറിയാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. അതെവിടെയോ അജ്ഞതയിൽ ഇരുട്ടിൽ അമർന്നിരിക്കുമ്പോഴാണ് ബാഹ്യമായ ലക്ഷ്യങ്ങളെ മാത്രം കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ പറ്റിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും, അതായത് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നത് പോലെ, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണനതോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. ഇങ്ങനെ ഗുരു രസകരമായിട്ട് പറയുന്ന ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകമാണിത്. ഒരു 4 വരികളാണിത്. ഗുരു പറയാണ്, നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ കൃപണന്മാരാണ്. എങ്ങനെയാണ്? നമ്മളുടെ സ്വന്തം കുടുംബം, സ്വന്തം ജോലി, സ്വന്തം വരുമാനം, സ്വന്തം സമ്പാദ്യം, ഇങ്ങനെയൊക്കെ ഓരോ ദിവസവും എത്ര നേരം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നമ്മൾ എന്താ പറയുക, ദീർഘനിശ്വാസങ്ങൾ വിടുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഓരോരുത്തരെയും ഉള്ളത്തിലേക്ക് ഒരു ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ജീവിച്ചതിൽ ഒരു ഏറിയ പങ്കും സ്വാർത്ഥ താല്പര്യത്തോടെ ആയിരുന്നില്ലെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഈ കൃപണത നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ അറിവിനെ, അല്ലെങ്കിൽ ടിക് ടിക്ന്ന് തുടിക്കുന്ന ജീവൻ അറിവ് തന്നെയാണ് എന്ന് ആത്മോപദേശ ശതകത്തിൽ ഗുരു 100 ശ്ലോകത്തിലും കൂടി പഠിപ്പിച്ച് തന്നെ നമ്മൾ എത്ര തവണ ഉരുവിട്ടാലും അധര വ്യായാമത്തിനപ്പുറത്തേക്ക് അത് പോകില്ല. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളായി ജീവിച്ച് യഥാർത്ഥ വിജയികളായി മാറി, യഥാർത്ഥ മനുഷ്യരായി മാറി, ഈ അവസാന ശ്വാസം വരെയും നമുക്ക് ഈ അറിവിനെ കൂട്ടുപിടിച്ച് ഈശ്വരപാദത്തിലേക്ക് നമുക്ക് ലയിക്കാൻ കഴിയുകയുള്ളൂ. ഈ തലത്തിലേക്കാണ് ഗുരു എല്ലാ കൃതികളെ കൂടിയും, ഗുരു ഇപ്പോൾ സംസ്കൃതം, മലയാളം, തമിഴ് ഭാഷകളിലായിട്ട് 65ഓളം കൃതികൾ നമുക്ക് രചിച്ചു തന്നിട്ടുണ്ട്, ഇല്ലേ? ദൈവദശകം മുതൽ ഇപ്പോൾ പറഞ്ഞ ഗദ്യപ്രാർത്ഥന വരെയുള്ള 65 പ്രാർത്ഥനകൾ എടുക്കുമ്പോഴും ഗുരുദേവ ധർമ്മം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ സ്മൃതി എന്നറിയപ്പെടുന്ന മഹത്തായ കൃതി എടുക്കുമ്പോഴും ഇതിലെല്ലാം ഗുരു ചേർത്ത് വെച്ചിരിക്കുന്ന ഒരേ ഒരു സത്ത ഇത് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏത്? നമ്മൾ ഓരോരുത്തരും മനുഷ്യരായിരിക്കുന്നത് ഏറ്റവും സൗഭാഗ്യകരമായ ഒരു ശ്രേഷ്ഠമായ ഒരു തലത്തിലാണെന്നും അതറിയാതെ പോകുന്നതാണ് നിർഭാഗ്യമെന്നും, അതറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ സമ്പത്തൊക്കെ താനെ ഈ സമ്പത്തിന് മുമ്പിൽ മുട്ടുകുത്തുമെന്നുള്ളത് ഗുരു പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ ഉള്ളത്തിലിരുന്ന് തുടിക്കുന്ന അറിവിനെ ഇപ്പോൾ പലപ്പോഴും ഈശ്വരൻ എവിടെയും ചോദിച്ചാൽ എന്താ പറയുക ഉത്തരം? ഈശ്വരൻ എവിടെ ഇരിക്കണേ? ഇവിടെ ഭാഗ്യത്തിന് കുറച്ച് കുട്ടികൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഈശ്വരൻ എവിടെയാ? ധൈര്യമായിട്ട് പറഞ്ഞോ, നിങ്ങൾക്ക് അറിയണ ഉത്തരം. തെറ്റോ ശരിയോ ആയിക്കോട്ടെ. ഈശ്വരൻ എവിടെ ഇരിക്കണു? ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈശ്വരൻ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് നോക്കാറുണ്ട്, അല്ലേ? അല്ലെങ്കിൽ അമ്പലങ്ങളിലിരിക്കുന്നത്, പള്ളികളിലിരിക്കുന്നതൊക്കെ കുട്ടികൾ ഉത്തരം പറയാറുണ്ട്. പക്ഷെ ഗുരു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിലിരുന്ന് തുടിക്കുന്ന ജീവൻ തന്നെയാണ് ആര്? ഈശ്വരൻ.
അപ്പോൾ ദൂരെ എങ്ങും അല്ല ഈശ്വരൻ ഇരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥന ചൊല്ലുമ്പോൾ, കൈകൂപ്പുമ്പോൾ തള്ളവരിൽ എവിടെയാണോ മുട്ടണത് അവിടെ ഭഗവാൻ ജീവനായി ഹൃദയകുഹരത്തിൽ ഒരു ദീപമായി ഇരിക്കുന്നു എന്ന് ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. ഒരു ചൈതന്യമുള്ള വെളിച്ചമായി, ദീപമായി ഈ ആത്മസ്വരൂപം ഇരിക്കുന്നു. ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും ആ ആത്മസ്വരൂപത്തെ, സാധാരണ നമ്മൾ കൈകൂപ്പുന്ന എപ്പോഴാണ്? ഭഗവാനെ കാണുമ്പോൾ, ആരാധനാലയങ്ങളിൽ ചെല്ലുമ്പോൾ, മുതിർന്നവരെയൊക്കെ കാണുമ്പോൾ നമസ്തേയൊക്കെ പറയാൻ നമ്മൾ കൈകൂപ്പുന്നു അല്ലേ? അപ്പോൾ പുറമേ ഇരിക്കുന്ന അല്ലെങ്കിൽ ബാഹ്യമേ ഇരിക്കുന്ന ഒരു മൂർത്തിക്ക് പ്രണാമം അർപ്പിക്കാനോ ബഹുമാനം നൽകാനൊക്കെയാണ് നമ്മൾ കൈകൂപ്പുക. പക്ഷെ ഓരോ തവണ കൈകൂപ്പുമ്പോഴും നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ജീവനു കൂടി നാം പ്രണാമം അർപ്പിക്കുകയാണെന്നുള്ള ചിന്ത ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മളെവിടെ പോകുമ്പോഴും ആരും കൂടെയുണ്ടെന്ന് നമുക്ക് ചിന്ത സദാസമയമുണ്ട്. അപ്പം നമുക്കറിയാം ഈശ്വരൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവവും അറിഞ്ഞിരിക്കുന്ന ഭഗവാൻ എല്ലായിടത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദൈവദശകത്തിലും ഗുരു പഠിപ്പിക്കുന്നുണ്ട്, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. ഇങ്ങനെയാണ് ഗുരു ഈശ്വരനെ വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തും, നമ്മളുടെയൊക്കെ അകത്തും പുറത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസൻസായി, സാന്നിധ്യമായി, കാണാൻ പറ്റാത്ത സ്വരൂപമായി, വായുവിനെ പോലെ. വായു തന്നെയാണ് ഭഗവാൻ എന്നും ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഗുരുധർമ്മമൊക്കെ നമുക്ക് രസകരമായി പഠിച്ചു പോകുമ്പോൾ കാണാൻ കഴിയും. നമ്മുടെ നാസാരന്ധ്രങ്ങളിൽ കൂടി നമ്മൾ അറിഞ്ഞും അറിയാതെയും കയറി ഇറങ്ങിപ്പോകുന്ന ആ വായു തന്നെയാണ് ഈശ്വരൻ. വായു അല്ലേ നമുക്ക് ജീവൻ കൊടുക്കുന്നത്. ആ വായു അകത്തേക്ക് വിടാതിരുന്ന ഉള്ളിലുള്ള ശിവം പോയി നമ്മൾ എന്തായി മാറും? ശിവത്തിൻ്റെ വള്ളി മാറ്റിക്കഴിഞ്ഞുള്ള വാക്കായി മാറുന്നു. അപ്പോൾ ഈ വായു അകത്ത് ചെല്ലാതിരുന്ന ജീവനില്ല. അപ്പോൾ വായുവിനെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ഈശ്വരൻ എന്ന് വിളിച്ചുകൂടെ ഇല്ലേ? അപ്പോൾ ഭഗവാനെ നമ്മൾ ഏതു നേരവും ഇങ്ങനെ ആ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്നു എന്ന അവസ്ഥ വരുമ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥ ഭക്തി എന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതറിഞ്ഞു കഴിയുമ്പോൾ അഹങ്കാരം നമ്മളിൽ ലവലേശം ഉണ്ടാവില്ല. ഗുരു പറയുന്നു അഹങ്കാരവും ഭക്തിയും ഒരുമിച്ചിരിക്കില്ല. പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ സ്വാർത്ഥ മോഹങ്ങളായി, കൃപണന്മാരായി, ഞാനെന്ന് ദിവസേന എത്ര തവണയാണ് നമ്മൾ ഉരുവിടണത് ഇല്ലേ? എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ അച്ഛനമ്മമാർ, ഞാൻ, ഈ പറഞ്ഞ ആ തലത്തിൽ നിന്ന് നമ്മൾ ഓരോ പ്രവൃത്തികളിലും വാക്കുകളിലും ചിന്തകളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഉള്ളിൽ ഓരോ തവണയും എന്താണ് ഉണ്ടാകുന്നത്? അഹങ്കാര കുസുമങ്ങൾ മൊട്ടിടുന്നു എന്നാണ് ഗുരു പറയുന്നത് ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ഞാൻ എന്നുള്ള ഓരോ തവണയും ഉരുടുമ്പോൾ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ കർത്താവ് ഞാൻ തന്നെയാണ് എന്ന് ആ ബോധത്തിലല്ലേ നമ്മളിപ്പോൾ ജീവിക്കണത്. അപ്പം നമ്മളെല്ലാവരും വിചാരിച്ചിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഈ പ്രഭാഷണത്തിലേക്ക് വന്നത് ഇല്ലേ? എനിക്ക് പോകണമെന്ന ആഗ്രഹം വന്നു, ഇവിടുന്ന് കൺവെൻഷൻ്റെ സംഘാടകർ എന്നോട് വരണമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. അങ്ങനെയല്ലേ നമ്മൾ പറയുക? അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കർമ്മത്തിൻ്റെ കർത്താവ് ഞാനായിട്ട് ഇവിടെ വന്നു. പക്ഷേ എനിക്ക് ഗുരുകൃപയുള്ളത് കൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റി എന്ന് ആരെങ്കിലും ആദ്യം ചിന്തിച്ചോ? എന്തോരം തിരക്കുണ്ടായി എന്നിട്ടും മാറ്റി വെച്ചിട്ട് ഞാനിവിടെ വന്നില്ലേ എന്നായിരിക്കും പറയുക. എന്താ വരാൻ വൈകിയെന്ന് ചോദിച്ചാൽ. ഇങ്ങനെ ദിവസേന നമ്മളുടെ കർമ്മങ്ങളുടെയൊക്കെ കർത്താവ് നമ്മളാണെന്നുള്ള ഒരു അബദ്ധചിന്തയിൽ ഞാനെന്നുള്ള ഈ ഉരുവിട്ട് ജീവിതം മുഴുവനും ഒരു തലത്തിൽ കൂടി നമ്മളങ്ങനെ കടന്നു പോകുമ്പോൾ ഉള്ളിൽ അഹങ്കാര കുസുമങ്ങൾ വിരിഞ്ഞ് എന്തായി? ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ മതിൽ പൊങ്ങുന്നാണ് പറയുന്നത്. ഈ അഹങ്കാരത്തിൻ്റെ മതിൽ പൊങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈശ്വരഭക്തി ഉണ്ടാവുമോ? ഭക്തിക്ക് സ്ഥാനമില്ല. പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കും എല്ലാവരെയും കാണിക്കാൻ വേണ്ടി. പക്ഷേ ചിന്തകളെല്ലാം വേറെ തലത്തിലായിരിക്കും പോവുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും വീട്ടിൽ ഇനി ചെന്നിട്ട് വേണം ആ ജോലി ചെയ്യാൻ, ചെന്നിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ, വീട്ടിൽ ഇന്ന് അവർ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ചിന്തകളിൽ തനമിങ്ങും മനമങ്ങും എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ ഉള്ളത്തിലേക്ക് ഈ അറിവിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അനുഭവിച്ചറിയുക? ഇങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഇതിൽ നിന്ന് ഒരു മാറ്റം വന്നാൽ നാം എന്തു ചെയ്യുന്നതും വിജയമാക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അവസാനം നമുക്ക് തന്നെ വിജയികളായി മാറാൻ കഴിയും എന്നുള്ള വലിയൊരു സൂത്രവാക്യമാണ്, ഫോമുലയാണ് ഗുരുധർമ്മത്തിൽ കൂടി ഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും, കാരണം
ആത്മോപദേശ ശതകത്തിൽ തന്നെ ഗുരു പറയുന്ന നല്ല രസമുള്ള വരികളുണ്ട്. പലപ്പോഴും പലയിടത്തും ഞാനൊക്കെ അത് സ്ഥിരം ചൊല്ലണ വരികളാണ്. ഓരോ തവണ ചൊല്ലുമ്പോഴും എൻ്റെയൊക്കെ ഉള്ളത്തിൽ അതിന് ഉറപ്പിച്ചുറപ്പിച്ച് വയ്ക്കാറുണ്ട്. കാരണം നിത്യജീവിതത്തിൽ ഗുരുവിൻ്റെ ധർമ്മത്തെ മുറുകെ പിടിച്ച് സദാസമയം ഈശ്വര ചിന്തയോടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് 100% സത്യമാണെന്ന് തിയറിറ്റിക്കലി നമുക്കറിയാം. പക്ഷെ പ്രാക്ടിക്കൽ സയൻസിൽ വരുമ്പോഴോ ഈ പറഞ്ഞ പോലെ ഞാനെന്ന അഹങ്കാര വലകളിൽ വീണ് ആ പൂക്കളിൽ നമ്മൾ നടക്കുമ്പോൾ ഒരിക്കലും ഓരോ ദിവസവും പൂർണ്ണമായ തൃപ്തിയോടെ കടന്നു പോകാൻ കഴിയാറില്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന, രസകരമാണ് ആ പ്രാർത്ഥന. ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതുമിതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ലിതു കണ്ടുപോയിടേണം. ഇത് ആത്മോപദേശ ശതകം എന്നുള്ള പ്രാർത്ഥന പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു നോക്കിക്കോളൂ. 5-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുകയാണ്, ഓരോ ദിവസവും നാം ഉറങ്ങി എണീറ്റ് ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ആ ദിവസത്തെ കടന്നു പോകുമ്പോൾ പല പല കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട് അല്ലേ? പക്ഷെ ഉള്ളിലിരിക്കുന്ന ആ വിലമതിക്കാനാകാത്ത ആ വിളക്കിനെ ആരറിയുന്നു എന്നാണ് ഗുരു പരിതപിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ജീവനായിരിക്കുന്ന അറിവായിരിക്കുന്ന ആത്മസ്വരൂപമായ ആ വിളക്കിനെ, ആ വിളക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറയാണ്, നമ്മളൊക്കെ ക്യാമറയെക്കുറിച്ച് ഇക്കാലത്താണ് ബോധവാന്മാരായതല്ലേ. ഇപ്പോൾ ഇവിടെയൊക്കെ റോഡുകളിൽ ക്യാമറ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അല്ലാതെ ഇപ്പോൾ റോഡിൽ കൂടെയൊക്കെ നടന്നു പോയാൽ മിക്ക വീടുകളുടെ മുമ്പിൽ ക്യാമറയുണ്ട്, വീട്ടിനകത്തും ക്യാമറയുണ്ട്, കടകളുടെ പുറത്തും അകത്തും ക്യാമറയുണ്ട്. പലപ്പോഴും ഇന്ന് പോലീസ് തന്നെ, കേരള പോലീസ് പല കേസുകളും അന്ന് തന്നെ പ്രതിയെ പിടിക്കുന്നത് ഈ ക്യാമറകളുടെ സഹായത്താലാണെന്ന് പറയുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 100 വർഷങ്ങൾക്ക് മുന്നേ ശ്രീനാരായണ ധർമ്മം എഴുതുമ്പോഴും ആത്മോപദേശ ശതകം എന്ന മഹത്തായ ബൃഹത്തായ കൃതികളൊക്കെ എഴുതുമ്പോഴും ഗുരു ഈ ക്യാമറയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് നമ്മളുടെ ക്യാമറ? ഗുരു പറയുന്നു, ഉള്ളിൽ ജീവനായി തുടിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കായി ഇരിക്കുന്ന ഈ അറിവെന്ന ആത്മസ്വരൂപം ഈശ്വരൻ്റെ കണ്ണുകൾ തന്നെയാണ്. അത് ഭഗവാന്റെ ക്യാമറ കണ്ണുകളായി ജീവൻ നമ്മളുടെയൊക്കെ അമ്മമാരുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ ഭ്രൂണമായി വന്ന നിമിഷം തന്നെ ജീവനും കൊളുത്തിവിട്ട് ഈ ക്യാമറ കണ്ണുകൾ അവിടെ ഈശ്വരൻ ഉറപ്പിച്ചു എന്ന് ഗുരു പറയുന്നു. അന്ന് തൊട്ട് ഇന്നു വരെ ആ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ആർക്കെങ്കിലും സംശയമുണ്ടോ? ക്യാമറ എപ്പോഴെങ്കിലും അത് അടിച്ചുപോയോ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാണ്ടായോ എന്നൊന്നും സംശയം വേണ്ട. അത് ഭഗവാന്റെ ക്യാമറയാണ്. അതിൽ കൃത്യമായി ഗുരു പറയുന്നു, ഈ വിലമതിക്കാനാകാത്ത വിളക്കാകുന്ന ക്യാമറ നിന്നെ ഒരു ദിവസം 24 മണിക്കൂർ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 24 മണിക്കൂറും കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം സുഖമായി ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലും എപ്പോഴും ഉറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക? സുഖമായിട്ട് ഉറങ്ങി അല്ലേ? പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ എന്താ ഈ സുഖം അനുഭവിക്കാത്തത്? അത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. ഈശ്വരൻ ഈ നമുക്ക് തന്നിരിക്കുന്ന ജീവനായിരിക്കുന്ന അറിവായിരിക്കുന്ന ആത്മസ്വരൂപം സുഖസ്വരൂപിയാണ്. അത് സുഖത്തിൽ അമർന്നിരിക്കുന്നുണ്ട്. അപ്പം നമുക്കെപ്പോഴും സുഖമല്ലേ തോന്നേണ്ടേ? പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് സുഖമാണോ ദുഃഖമാണോ കൂടുതൽ? സുഖമൊക്കെ ഉണ്ട്, പക്ഷെ ദുഃഖം ഉണ്ടെന്ന് പറയും ഇല്ലേ? ഒരു പിടിക്ക് ആരാ കൂടുതൽ? ദുഃഖമാണ് കൂടുതൽ. ഇതേ ചേച്ചി ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളോട് ഗുരു ആവർത്തിച്ച് പറയുന്നുണ്ട്, സുഖമായി ഉറങ്ങണ പോലെ തന്നെ നമുക്ക് സുഖമായി ഉണർന്നിരിക്കാനും പറ്റും. ആ സൂത്രമാണ് ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഭഗവാന്റെ ഈ ക്യാമറ കണ്ണുകൾ എങ്ങനെയാണെന്നാണ് ഗുരു പറയുന്നത്? ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട്, നാം പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞില്ല, നാം ചിന്തിക്കുന്ന ചിന്തകൾ പോലും അറിഞ്ഞുകൊണ്ട് ഈ ക്യാമറ പ്രവർത്തനക്ഷമമാണ്. അപ്പോൾ നമ്മൾ എത്ര അലർട്ടാവണമെന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും പല കള്ളത്തരമൊക്കെ നമ്മൾ ഇതുവരെ എത്ര കള്ളത്തരങ്ങളാണ് ചെയ്തത് ഇല്ലേ? ആരും കണ്ടിട്ടില്ല, അതാരും അറിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പല കുഴപ്പങ്ങളും പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലതും ഈ ചിന്ത വാക്ക് പ്രവൃത്തികളെല്ലാം
ഭഗവാന്റെ ക്യാമറ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെല്ലാം നമ്മൾ മറുപടി ഭഗവാനോട് പറയേണ്ടി വരും. അതൊരു വശം. ഇനി ഉറങ്ങിക്കിടക്കുമ്പോഴും ഭഗവാൻ നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് വരുമ്പോൾ നമ്മൾ അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ക്യാമറ. ഒരു കവചമായി, ഒരു പ്രൊട്ടക്ഷനായി, ഒരു സുരക്ഷയായി ഈ ക്യാമറ നമ്മളെ കവർ ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ കാരുണ്യം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ഒറ്റയ്ക്കാണോ? നമുക്ക് പേടി തോന്നേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ? എന്ന് ആലോചിച്ച് നോക്കൂ. മുതിർന്നവരായാലും കുട്ടികളായാലും ഉള്ളിലിരിക്കുന്ന തുടിക്കുന്ന ജീവൻ സാക്ഷാൽ ഈശ്വരനാണ്, എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് വരുമ്പോൾ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, നാം ഒരിക്കലും പേടിക്കുകയും വേണ്ട. കാരണം എന്താ? സർവശക്തനായ ഈശ്വരനാണ് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഞാൻ ആരെ പേടിക്കണം? പക്ഷേ കുഴപ്പങ്ങളിലേക്ക് നമ്മൾ ചെന്നുപെട്ടാൽ നമ്മൾ പേടിക്കുക തന്നെ വേണം. കാരണം ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയൊക്കെ അവിടെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ഗുരു നമ്മളോട് ആവശ്യപ്പെടുന്നു, ഭഗവാൻ നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ നീയും എന്ത് ചെയ്യണം? അതിനെയും കണ്ടുപോയിടണം. ഈ വിളക്കിനെ നീയും അറിഞ്ഞു ജീവിക്കണം. ഇതാണ് ദർശനമാലയിൽ ഭക്തി ദർശനത്തിൽ ഗുരു പറയുന്ന യഥാർത്ഥ ഭക്തി. ഭക്തി ആത്മാനുസന്ധാനം ആനന്ദ ഘനയതഃ, ഇങ്ങനെയാണ് ഗുരു പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് അവനവൻ്റെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ്, ആത്മാവിൻ്റെ കൂടെ നടക്കുന്നതാണ്, അവനവൻ്റെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതാണ് യഥാർത്ഥ ഭക്തി എന്ന് വരുമ്പോൾ ഉള്ളിൽ അഹങ്കാര കുസുമങ്ങൾ വിരിയോ എപ്പോഴെങ്കിലും? ഇനി അഥവാ അഹങ്കാര കുസുമങ്ങൾ വിരിഞ്ഞാൽ അതിനും ഗുരു നമുക്കൊരു പോംവഴി തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? അതിനും ആത്മോപദേശ ശതകമാണ് ശരണം. അതിനകത്ത് ഗുരു കൃത്യമായി പറയുന്നു, മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തു മതല്ലയായിൽ മായാ മനുവുരു വിട്ടുമിരിക്കിൽ മായ മാറും. ഇങ്ങനെ ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് മനസ്സിൽ നിന്നുള്ള ഈ അഹങ്കാര കുസുമങ്ങളെ ഇറുത്തിറുത്ത് ഓരോ ദിവസവും ഗുരുവിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചാൽ മതി. നടക്കുമോ? എത്ര തവണ നിങ്ങളങ്ങനെ അർപ്പിച്ചിട്ടുണ്ട്? മനസ്സിൽ അഹങ്കാര പുഷ്പങ്ങൾ വിരിഞ്ഞത്, അഹങ്കാര കുസുമങ്ങൾ വിരിഞ്ഞത് അപ്പം നുള്ളിയെടുക്കാൻ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമുക്ക് ഉറപ്പൊന്നുമില്ല. എപ്പോഴൊക്കെയോ കഴിഞ്ഞു, പക്ഷെ എപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? നമുക്ക് മനസ്സിലായിട്ടില്ല ആ പൂ വിരിഞ്ഞത്. ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രവൃത്തികളെ ഒന്ന് ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞാൽ 100-200ഓളം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എത്രയെന്നും പറഞ്ഞിട്ട് ഇറുത്തെടുക്കുക ഇല്ലേ? അപ്പോൾ ആ പൂക്കളൊക്കെ തന്നെ ഇപ്പം മതിലുകളെ വളർന്നു കഴിഞ്ഞു. ഇനി വെട്ടി ഒതുക്കണോ അതോ ഇറുത്തെടുക്കണോ? എന്താ സംഭവിക്കുക? അപ്പോഴാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്, ഈശ്വരൻ നമുക്ക് ഓരോ ദുഃഖങ്ങളെ തരുന്നത്. കാരണം ഗുരുദേവ കൃതികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും ഈ പ്രാർത്ഥനകളെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളുടെ മനസ്സാകുന്ന ഒരു വലിയ എന്താ പറയണ്ടേ, കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയം പോലെയാണെന്നാണ് പറയുന്നത്. പല പല ചിന്തകളും, കാമ, ക്രോധ, മോഹ, ലോഭ, അങ്ങനെയുള്ള എല്ലാ മതമാത്സര്യ ചിന്തകൾ കൊണ്ട് കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെയാണ് അത്രയും നമ്മളുടെയൊക്കെ ഉള്ളം ഇല്ലേ? എത്രത്തോളം ആഗ്രഹങ്ങളെ നമ്മളിങ്ങനെ ലക്ഷ്യമാക്കി അത് നേടണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. അതെല്ലാം വീണ് ഇങ്ങനെ കിടക്കുന്ന, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജലാശയം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? കൊതുക് പെരുകും, കൊതുക് മുട്ടയിട്ട് പെരുകും. കുറച്ച് കഴിയുമ്പോൾ അത് എൻ്റെ അടുത്തൂടി നടന്നു പോകുന്ന ആൾക്കാരൊക്കെ മൂക്ക് പൊത്തിയിട്ടായിരിക്കും പോവുക. ദുർഗന്ധം വമിക്കുന്ന ഇടമായിട്ട് ആ ജലാശയം മാറുന്ന പോലെയാണ് നമ്മളുടെയൊക്കെ മനസ്സുകൾ. അപ്പോൾ ഓരോ ദിവസവും എപ്പോഴെങ്കിലും ആയിട്ടൊക്കെ നമ്മൾ ഗുരുദേവ കൃതി ചൊല്ലുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിലേക്ക് ഒരു അരുവി അങ്ങോട്ട് പായിച്ചാൽ എന്താ സംഭവിക്കുക? ആ കെട്ടിക്കിടക്കുന്ന അഴുക്കെല്ലാം പോയി ആ വെള്ളം നിർമ്മലമാകുന്ന പോലെ നമ്മളുടെ മനസ്സും നിർമ്മലമാകും. അപ്പോൾ അഴുക്കടിയുന്നതേയില്ല. അപ്പം നമ്മളിപ്പോൾ രാവിലെ കുളിച്ച് എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഒരു മുറിയിലിരിക്കുകയാണെന്ന് ഇരിക്കുക. വൈകുന്നേരം ആകുമ്പോൾ നമ്മളെങ്ങനെയാണ്? രാവിലെ ഇരുന്നാൽ ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടാവുക. പുറത്തൊന്നും പോയിട്ടേ ഇല്ല. അപ്പോൾ കൊറോണ കാലത്ത് നമ്മളത് അനുഭവിച്ചതാണ് അല്ലേ? മാസ്കൊക്കെ ഇട്ട് നമ്മൾ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി, പറ്റുന്നതും ഒരു മുറിയിൽ തന്നെയൊക്കെ കഴിച്ചു കൂട്ടിയ കാലഘട്ടത്തിൽ ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല, കുളിക്കൊന്നും വേണ്ടാന്നോർത്ത് നമ്മളങ്ങനെ കുളിയും ജപമൊന്നും ഇല്ലാണ്ടാണോ ഇരുന്നത്? ഒരു ദിവസം 2 ദിവസമൊക്കെ അങ്ങനെ കുളിക്കാതിരുന്ന വിവരം അറിയില്ലേ?
അപ്പം അതേപോലെയാണ് അത്രയും മനസ്സും. എല്ലാ ദിവസവും നമ്മൾ ഈ പറഞ്ഞ പോലെ ശുദ്ധമാക്കിയില്ല എങ്കിൽ കെട്ടിക്കിടക്കുന്ന ചിന്തകളെ കൊണ്ട് മലിനമാകുന്ന ആ മനസ്സിലാണ് അഹങ്കാര കുസുമങ്ങൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എപ്പോഴെങ്കിലും ആയിട്ടൊക്കെ ഗുരുദേവ കൃതികളാകുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ മനസ്സ് നിർമ്മലമാകുന്നു. നിർമ്മലമായ മനസ്സിൽ എന്തുണ്ടാകൂ? ഈ പറഞ്ഞ ഭക്തി ഉണ്ടാകൂ. ഭക്തി ആത്മാനുസന്ധാനമായി നമുക്ക് ഓരോ ദിവസത്തെയും കടന്നു പോകാനും കഴിയൂ. അപ്പോൾ മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേലയും ചെയ്തിടേണ്ട എന്ന് ഗുരു നമ്മളോട് ഒരു തർക്കത്തിനും ഇടയില്ലാത്ത വിധം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ മനമലരെടുക്കാൻ പറ്റണ്ടേ? നമുക്ക് അത്രയ്ക്കുള്ള ഒരു ആന്തരികമായിട്ടുള്ള ഒരു മനഃശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഒട്ടും അഹങ്കാരമില്ലാതെ നമുക്ക് ഓരോ ദിവസവും കടന്നു പോകാൻ കഴിയാത്ത നിസ്സഹായരായ എത്ര ശ്രേഷ്ഠ ജന്മം എന്ന് പറയുമ്പോഴും സാധാരണ മനുഷ്യരാണ് നമ്മളൊക്കെ. ഇതൊക്കെ അറിയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഇരുന്നിട്ട് അഹങ്കരിക്കണ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടാകും. അപ്പോൾ ഓരോ ദിവസവും മനമലർ കൊയ്യാൻ നമുക്ക് പറ്റണില്ല എങ്കിൽ ഗുരു തരുന്ന ഓപ്ഷൻസാണ് വനമലർ കൊയ്ത് നമുക്കത് നേടാം. ഈ വിളക്കിൻ്റെ ചോട്ടിൽ കുറച്ച് പൂക്കൾ കിടക്കണ്ടല്ലോ. അടുത്തുനിന്നുള്ള ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നൊക്കെ പൂക്കൾ പറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കയ്യിൽ അതിങ്ങനെ കൂട്ടി വയ്ക്കില്ലേ? പ്രാർത്ഥന കഴിയുമ്പോൾ എന്താ ചെയ്യുക? ഒരു സത്സംഗത്തിൽ ഒരു ഇതേപോലെയുള്ള പ്രാർത്ഥനാ വേദികളിൽ നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ആരതിയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പൂക്കളെടുത്തിട്ട് വിളക്കിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഭഗവാന്റെ പാദങ്ങളിലോ അർപ്പിക്കാറുണ്ട് അല്ലേ? ഇല്ലേ? ചെയ്യാറില്ല എല്ലാവരും? അപ്പം മനസ്സിൽ നിന്നുള്ള മലരുകൾ അർപ്പിക്കാൻ കഴിയണില്ല എങ്കിൽ ഈ പൂക്കൾ തന്നെയാണ് നമ്മുടെ ഉള്ളത്തിൽ വിരിഞ്ഞ അഹങ്കാര കുസുമങ്ങൾ എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ഈ പൂക്കളെ അങ്ങ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് അർപ്പിച്ചാലും മതി. നമ്മുടെ അഹങ്കാരത്തെ നമുക്ക് മാറ്റിക്കളഞ്ഞ് നിർമ്മലമായ മനസ്സോടുകൂടി നിറഞ്ഞ ഭക്തിയോടുകൂടി നമുക്കിവിടെ നിന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും. ഈ തലത്തിലാണ് ഗുരു നമ്മൾക്ക് ഓരോ ഭക്തിയുടെ അവസ്ഥ അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യനാകേണ്ട അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇനി ഈ പൂക്കളും കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക? മനസ്സിൽ നിന്നുള്ള പൂക്കൾ ഇറുക്കാൻ പറ്റണില്ല. ഇതേപോലെയുള്ള ചെടികളിൽ നിന്നുള്ള പൂക്കളും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴും ഗുരു, കാരുണ്യവാനായ ഗുരു നമുക്കൊരു ഓപ്ഷൻ തരുന്നു. മായ മനുവുരുവിട്ടുമിരിക്കിൽ ഈ മായ മാറ്റാം, അല്ലെങ്കിൽ ഭക്തിയെ നമുക്ക് ചേർത്തു പിടിക്കാം. ഈശ്വരൻ്റെ നാമത്തെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. പക്ഷെ ഓരോ തവണയും ഭഗവാന്റെ നാമം ഉരുവിടുമ്പോൾ അത് ഉള്ളത്തിൽ തുടിച്ചുകൊണ്ടിരിക്കണോ എന്നുള്ള ചിന്തയും കൂടി വരണം. നമ്മളിപ്പോൾ കൈകൂപ്പി തൊഴാൻ നിൽക്കുമ്പോൾ, പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ പുറമേയിരിക്കുന്ന മൂർത്തിക്കും പ്രണാമം അർപ്പിക്കുന്നു. അകത്ത് തുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവനും ഈശ്വരനാണ്, ഭഗവാനും ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്നുള്ള ചിന്ത വരുമ്പം നമ്മളറിയാതെ തല കുമ്പിടും, കണ്ണടയ്ക്കും. ആ ഒരു വിനയത്തിൻ്റെ ഭാഷ നമ്മളെ മനസ്സിലും ശരീരത്തിലും നിറയും. ഇത് ദിവസവും ചെയ്യുന്നവർക്ക് എങ്ങനെയാണ്? അഹങ്കാരത്തിൻ്റെ മതിൽ പൊങ്ങോ ഉള്ളിൽ? ഇല്ലേ ഇല്ല. അതിൻ്റെ കൂടെയാണ് ഗുരു പറയുന്നത്, ശ്രീനാരായണ ധർമ്മത്തെ അറിഞ്ഞ് അതായിട്ട് തന്നെ നമുക്ക് ജീവിക്കാനും കഴിയണം. ഇപ്പോൾ ഗുരുധർമ്മം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ സ്മൃതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 10 അധ്യായങ്ങളാണ്. ഈ 10 അധ്യായങ്ങളിൽ ഗുരു ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ ശിവഗിരി വർണ്ണനയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ശിവഗിരിയിൽ തന്നെ ഗുരുവിൻ്റെ ആസ്ഥാനമായി. അപ്പം നമ്മളുടെയൊക്കെ ആത്മീയ പ്രവർത്തനങ്ങളുടെ തലസ്ഥാനമാണ് ശിവഗിരി എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് വർക്കല തിരഞ്ഞെടുത്തു? വർക്കയിലെ ആ കുന്നുകൾ തിരഞ്ഞെടുത്തു. ആ കുന്നുകൾക്ക് ഗുരു എന്തുകൊണ്ട് ശിവഗിരി എന്ന് പേരിട്ടു? ഇതെല്ലാമാണ് 1-ാമത്തെ അധ്യായത്തിൽ ഗുരു വർണ്ണിക്കുന്നത് സംസ്കൃത ശ്ലോകരൂപേണ. അത് കഴിഞ്ഞ് 3-ാമത്തെ അധ്യായത്തിൽ, 2-ാമത്തെ അധ്യായത്തിൽ ഏക ദൈവം, ഏക ജാതി, ഏക മതം എന്നിങ്ങനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് കൃത്യമായിട്ട് ഗുരു പഠിപ്പിച്ചു തരുന്നുണ്ട്. 3-ാമത്തെ അധ്യായം എത്തുമ്പോഴാണ് ഗുരു നമുക്ക് പഞ്ചശുദ്ധി, പഞ്ചധർമ്മം എന്നുള്ള നിത്യവും പാലിക്കേണ്ട കുറേ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഗൃഹസ്ഥാശ്രമിയോടുള്ള ധർമ്മമായിട്ടാണ് പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണധർമ്മം ആകവേ എടുത്ത്
ആ പുസ്തകം നമ്മുടെയൊക്കെ വീടുകളിൽ നിർബന്ധമായിട്ടും ഉണ്ടാകണം. ഇപ്പോൾ രാമായണമോ മഹാഭാരതമോ ഒക്കെ നമ്മൾ എത്ര മഹത്തായിട്ടാണോ മാഹാത്മ്യത്തോടു കൂടിയാണോ ആ പുസ്തകം നമ്മുടെ പൂജാമുറികളിലും നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ വെച്ചിരിക്കുന്നത്, അതേ പ്രാധാന്യത്തോടെ വെക്കേണ്ട കൃതികളാണ് ശ്രീനാരായണ സമ്പൂർണ്ണ കൃതികൾ, അതുപോലെ ശ്രീനാരായണ ധർമ്മം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ സ്മൃതി. ഈ പുസ്തകമൊക്കെ നമ്മൾ വാങ്ങിയാൽ മാത്രം പോരാ, അത് ഓരോ പേജുകൾ മറിച്ച് ഓരോ അധ്യായത്തിലും ഗുരു എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു 10 അധ്യായങ്ങളിൽ കൂടി നമുക്കിങ്ങനെ പ്രഭാഷണങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് സ്വയം ഒരു പഠനത്തിന് നമ്മൾ മുതിർന്നാൽ മാത്രമേ നമുക്ക് സാധകന്മാരായിട്ട് മാറി, ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തരായിട്ട് മാറി, ഗുരുവിൻ്റെ ദർശനത്തെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ ശ്രീനാരായണീയർ ആകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ പഞ്ചധർമ്മത്തിലും പഞ്ചശുദ്ധിയിലും ഗുരു കൃത്യമായിട്ട് നമ്മളോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും നിത്യവും നമ്മൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഈ വേദിയിൽ വന്നത് എന്ന് 100% ആത്മാർത്ഥതയോടെ പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ടാകും? രാവിലെ എഴുന്നേറ്റു, നമ്മളുടെ ദേഹശുദ്ധിയൊക്കെ വരുത്തി മനഃശുദ്ധി വരുത്താൻ പ്രാർത്ഥനയും ചെയ്തിട്ടാണ് രാവിലെ ഉദ്ഘാടനത്തിന്, കൺവെൻഷൻ്റെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്നത് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? എന്നാലും ഞാൻ കരുതി എല്ലാ കൈയും പൊങ്ങുമായിരിക്കുന്നത്. കുറച്ച് ഒരു എന്താ പറയുക, ലെസ് ദാൻ 50% എന്ന് പറയുന്ന പോലെയുള്ള ഒരു കൈപൊങ്ങലേ കണ്ടുള്ളൂ. എന്തുകൊണ്ടാണ്? പക്ഷെ നിങ്ങളെല്ലാവരും കുളിച്ച് ശുദ്ധരായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അത് നമുക്ക് മലയാളികൾക്ക് നിർബന്ധമാണ്. ഏത് മംഗളകരമായ കാര്യങ്ങൾക്ക് പോകുമ്പോഴും നമുക്ക് ദേഹശുദ്ധി വരുത്തിയിരിക്കണം. മനസ്സിപ്പോൾ ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് ആരും അറിയണില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് നമ്മളാരും മെനക്കെടാറുമില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ അവിടെ കുട്ടികളുടെ പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ പഠന ക്ലാസ്സിൽ ഞങ്ങൾ ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ്, ശരീരം ശുദ്ധമാക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, അതുപോലെ മനസ്സ് ശുദ്ധമാക്കാൻ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രാർത്ഥന എന്ന സോപ്പ്. പക്ഷെ പല മിടുക്കൻ കുട്ടികൾ ഉത്തരം പറയൂ കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ ഉത്തരം പറയാൻ പാകത്തിനുള്ള കൊച്ചു കുട്ടികളെ കാണുള്ളൂ, വലിയ കുട്ടികളെ കാണണില്ല. അപ്പം എന്താണ് മനസ്സ് ശുദ്ധമാക്കുന്ന സോപ്പ്? പ്രാർത്ഥനയാകുന്ന സോപ്പിട്ട് എല്ലാ ദിവസവും മനസ്സ് കഴുകിയാൽ നേരത്തെ പറഞ്ഞ പോലെ നിർമ്മലമായ മനസ്സിനുടമകളായി നമുക്കിരിക്കാം, മനഃശുദ്ധിയും നമുക്കുണ്ടാകും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കാരണം പഞ്ചശുദ്ധി എന്ന് പറയുന്ന ആ 5 നിയമങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗുരു ആദ്യമേ പറയുന്ന നിത്യജീവിതത്തിൽ, അതായത് നിത്യേന ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അവനവൻ്റെ ഉള്ളത്തിലിരിക്കുന്ന ആത്മസ്വരൂപത്തെ അറിഞ്ഞ് ജീവിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കണ്ടീഷൻ. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴെല്ലാം 24 മണിക്കൂറും സ്വബോധത്തോടുകൂടി നമ്മളുടെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ നാം അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പഞ്ചശുദ്ധിയും പഞ്ചധർമ്മം നമുക്ക് എളുപ്പമാണ് ആചരിക്കാൻ. എന്താണ് പഞ്ചശുദ്ധി? ശരീരശുദ്ധി, മനഃശുദ്ധി. ഇത് രണ്ടും ശുദ്ധമാണെങ്കിൽ മൂന്നാമത്തെ വാക്കും ശുദ്ധമായിരിക്കും. പിന്നീട് ഇന്ദ്രിയശുദ്ധി, അതാണ് വലിയ വില്ലനായിട്ട് ഗുരു നമ്മളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. പിന്നീട് 5ാമത് വരുന്നത് ഗൃഹശുദ്ധി. അപ്പം ഇത് 5 നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 5ഉം പാലിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ നമ്മൾ പാലിക്കുന്നവരുമാണ് ഇല്ലേ? എല്ലാ ദിവസവും ശരീരം കായശുദ്ധി വരുത്തുന്നുണ്ട്. മനസ്സ് ശുദ്ധമാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാരും അറിയില്ല ശുദ്ധമാക്കിയില്ലെങ്കിലും. ശരീരം ശുദ്ധമായില്ലെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന ഒരു മൂക്ക് പൊത്തുമെങ്കിൽ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഓരോ വയസ്സ് കൂടുന്തോറും, ഇപ്പം ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെ അടുത്തൊക്കെ മക്കൾ പോയി ഇരിക്കാറുണ്ടോ? ചില അപ്പൂപ്പന്മാരുടെ അടുത്തും അമ്മൂമ്മമാരുടെ അടുത്തൊക്കെ മക്കൾ ഓടിച്ചെന്നിരിക്കും അല്ലേ? സ്നേഹമുള്ള അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെയാണെങ്കിൽ മക്കളോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ചെറുമക്കളും മക്കളും മരുമക്കളൊക്കെ അവരടുത്ത് ഒരു പൂവിൻ്റെ ചുറ്റിനും തേനീച്ചകൾ വട്ടുവിട്ട് പറക്കണ പോലെ ചെന്നിരിക്കുന്നുണ്ടാകും. പക്ഷെ ഇന്നങ്ങനെ കാണാറില്ല പല വീടുകളിലും. അപ്പോൾ തമാശയ്ക്കൊക്കെ ഞങ്ങൾ പറയും, അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും കഥ പറഞ്ഞു കൊടുക്കണില്ല, അവരും പോയി സീരിയലിൻ്റെ മുമ്പിലായിരിക്കണത്. അപ്പോൾ പിന്നെ കഥ പറയാൻ നേരമുണ്ടോ? അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മക്കൾക്കും നേരമില്ല. അവരെങ്ങടെ പോവുക? ട്യൂഷനോ പോവുണ്ടാവുക. അപ്പം ഈ തലത്തിലുള്ള ജീവിത ഘട്ടങ്ങളിൽ കൂടി ഇന്നത്തെ കാലം കടന്നു പോകുമ്പോൾ കഥ പറയാൻ അപ്പൂപ്പനും അമ്മൂമ്മയും വാനപ്രസ്ഥി സമൂഹവും ഇല്ല, കഥ കേൾക്കാൻ കുട്ടികളും ഇല്ല എങ്കിൽ
ഒറ്റപ്പെട്ടു പോകുന്ന സീരിയൽ മാത്രം കണ്ട് ആ ലോകത്ത് ജീവിക്കുന്ന വാനപ്രസ്ഥ സമൂഹത്തെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. അവരുടെ അടുത്തേക്ക് ചെറുമക്കളും മരുമക്കളും മക്കളൊക്കെ ഓടി ഓടി ചെല്ലുമോ? അവരെ കാണാൻ പോകാൻ സമയമില്ല എന്ന് പറയും എല്ലാവരും. പക്ഷേ അതെന്തുകൊണ്ടാണ്? ഓരോ പിറന്നാൾ കൂടുമ്പോഴും മനസ്സിലേക്ക് ഈ ശുദ്ധി വരണില്ലല്ലോ. അതായത് മനഃശുദ്ധി വരാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്ക് എന്തായിരിക്കും? ശുദ്ധമല്ലാതെ വന്നേക്കാം. വാക്ക് ശുദ്ധമല്ലാതെ വരുന്നത് എന്താ? സ്നേഹമുള്ള വാക്കുകൾ വരണില്ല. കാരണം മനസ്സ് ശുദ്ധമാണെങ്കിൽ ഹൃദയം അതിൽ എന്താണെന്നാ പറയുന്നത്? ഹൃദയത്തിൽ സ്നേഹം എന്ന് പറയുന്നത് തൈലമുള്ള മെഷീനായിട്ട്, അതായത് തൈലമിട്ട് എണ്ണയിട്ടിട്ട് മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെയാണ് അത്രേ നമ്മുടെയൊക്കെ ഹൃദയം. സ്നേഹം എന്ന് പറയുന്നതിന് തൈലം എന്നും അർത്ഥമുണ്ട്. തൈലത്തിൻ്റെ അർത്ഥം എന്താ? എണ്ണ എന്നാണ്. അപ്പോൾ എണ്ണ ഇട്ടിട്ടൊരു മെഷീൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുക അതേപോലെ ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാത്ത മെഷീൻസ് ആണെങ്കിലോ കൃത്യമായിട്ട് എണ്ണയിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാത്ത മെഷീനാണെങ്കിൽ എന്ത് പറ്റും? കുറേ കഴിയുമ്പോൾ കട്ട ശബ്ദം ഉണ്ടാക്കിയിട്ട് മെഷീൻ നിന്നും പോയേക്കാം. അതേപോലെയാണ് അത്രയും മനുഷ്യ ഹൃദയം എന്ന മെഷീനും. ഇവിടെ കടകട ഒച്ചയുണ്ടാകുന്നത് എന്താണ്? ഘർഷണങ്ങളാണ്. ബന്ധങ്ങളിലുണ്ടാകുന്ന ഘർഷണങ്ങൾ. ഉള്ളിൽ നിന്ന് ഈ സ്നേഹം, ഈ തൈലം വരുന്നില്ല എങ്കിൽ ഹൃദയം എണ്ണയില്ലാത്ത മെഷീൻ പോലെ വർക്ക് ചെയ്യുമ്പോൾ, വാക്ക് ശുദ്ധമല്ലാതെ വരുമ്പോൾ, മക്കളും മരുമക്കളും ചെറുമക്കളും വരുമ്പോൾ, വല്ലാത്ത കഠിനമായ വാക്കുകൾ ഉള്ളിൽ നിന്ന് വരുമ്പോൾ എന്തു പറ്റുന്നു? ഈ പറഞ്ഞ ഘർഷണങ്ങളും കോലാഹലങ്ങളും ഇമ്പത്തിനു പകരം കമ്പനങ്ങളുണ്ടാകുന്നു. അപ്പോൾ അത് ആ വീട് കുടുംബമായിട്ട് മാറുന്നുണ്ടോ? ഇന്ന് പല വീടുകളും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, നാലാമത്തെ ഇന്ദ്രിയശുദ്ധി. കണ്ണും മനസ്സ്, ഈ പറഞ്ഞ മാതിരി ചെവിയും, 5 ഇന്ദ്രിയങ്ങളും പുറമേക്ക് മാത്രമല്ല ശുദ്ധമാകേണ്ടത്, അകക്കണ്ണും അകക്കാതും എല്ലാം ശുദ്ധമാക്കണം. ഗുരു എന്നിട്ട് കൃത്യമായി നമുക്ക് കുറച്ച് നിബന്ധനകളും പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ, രാവിലെ ഇവിടെ ബിജു സാറിൻ്റെ അടുത്ത് ക്ഷേത്ര സങ്കല്പം എന്നാന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? പോയ പോലെയായിരിക്കും നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരണത്. ഇല്ല, കുറച്ച് വേണമെന്ന് വെച്ചാൽ കുറച്ച് ചേഞ്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ പോയതിനേക്കാളും കഷ്ടമായിട്ടും മടങ്ങി വരുന്നുണ്ടാകും ഇല്ലേ? അപ്പം നോർമൽ സെൻസിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? കുളിച്ച് ശുദ്ധമായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് മനസ്സും കുറേയൊക്കെ എങ്ങനെയാണ് വെക്കുക? ആരോടെങ്കിലുള്ള ദേഷ്യവും കുശുമ്പും അസൂയയും കുന്നായ്മയൊക്കെ ഉള്ളിൽ വെക്കാറുണ്ടോ ക്ഷേത്രാങ്കണത്തിൽ ചെന്നാൽ? ഭഗവാനെ പേടിയുള്ളത് കൊണ്ട്. കാരണം നമ്മളുടെ ഒരു അറിവ് ഭഗവാൻ ദേ മൂർത്തിയായിട്ടിരിക്കണു, ഉള്ളിലുള്ള ഭഗവാനെ നമ്മളൊരു ഓർക്കണില്ലല്ലോ. അത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അസൂയയും കുശുമ്പും നമ്മൾ ഉള്ളിലേക്ക് എടുക്കണില്ല ഇല്ലേ? അപ്പോൾ ക്ഷേത്രാങ്കണത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഭഗവാന്റെ നമ്മുടെ മുന്നിൽ തന്നെ മൂർത്തിയായിട്ട് വിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം മനസ്സ് നമ്മൾ ശുദ്ധമാക്കി വെക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള പ്രസാദമൊക്കെ വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ ശുദ്ധമായിട്ടുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങളും ആയിരിക്കും. കേൾക്കുന്നത് എന്താണ്? ആ ഒരു മണിനാദവും മന്ത്രജപങ്ങളും കേൾക്കുമ്പോൾ അകക്കാതും ശുദ്ധമാകുന്നു. കണ്ണ് മൂർത്തിയെ കാണുമ്പോൾ തന്നെ അകക്കണ്ണും ശുദ്ധമാകുന്നു. അപ്പോൾ കണ്ണ് ശുദ്ധമായി, ചെവി ശുദ്ധമായി, വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നാവ് ശുദ്ധമാകുന്നു. അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം നമ്മൾ ആ തീർത്ഥം നാക്കിലേക്ക്, അത് തൊണ്ടക്കുഴിയുടെ താഴേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയുക. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കുറേ തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് അതിങ്ങനെ വെള്ളം പോലെ കുടിക്കുന്ന കാണാം. ശരിക്കും നമ്മളുടെ ഈ തൊണ്ടക്കുഴിന്ന വെള്ളം അന്നനാളത്തിലേക്ക് ഇറങ്ങരുതെന്ന് പറയും. അത്ര 2 തുള്ളിയേ നമ്മൾ കൊടുക്കേണ്ടു നാവിലേക്ക്. നാവ് ശുദ്ധമാവണം ആ തീർത്ഥം ചെല്ലുമ്പോൾ. എന്തുകൊണ്ടാണ്? നാവിന് 2 ജോലിയുണ്ട് അല്ലേ? എന്തൊക്കെയാണത്? ഉരുവിടാൻ നമ്മളെ സഹായിക്കുന്നത് നാവാണ്, സംസാരിക്കാൻ. ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാദ് നമ്മളെ അറിയിക്കുന്നതും ഏതാണ്? ഈ നാവ് തന്നെയാണ്. അപ്പോൾ ഈ കുഴപ്പം പിടിച്ച നാവിനെ നമുക്കൊന്ന് നിയന്ത്രിക്കണമെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ തീർത്ഥവും ആ പ്രസാദവും ഒക്കെ വലിയ പങ്ക് കൊടുക്കുന്നുണ്ട് നാവിന്, അതിൻ്റെ ശുദ്ധി വരുത്തുവാനായിട്ട്. അപ്പോൾ നാവ് ശുദ്ധമാകുന്നു. നമ്മൾ കുറച്ച് ചന്ദനവും ഭസ്മൊക്കെ തൊടുമ്പോൾ ഈ സ്കിന്നും തൊലിയും 5ാമത്തെ ഇന്ദ്രിയമായ ത്വക്കും ശുദ്ധമാകുന്നുണ്ട്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളും ശുദ്ധമായി കഴിഞ്ഞ് കുറച്ച് സമാധാനമൊക്കെ ആയിട്ടിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരിക അല്ലേ? വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം അത് വേറെ, അത് നമ്മളുടെ ബാക്കി പ്രവൃത്തിയും വാക്കുകളും ചിന്തകളും പോലെ ഇരിക്കും. ഇവിടെ പറഞ്ഞു വന്നത്, ഈ
തീർത്ഥമൊക്കെ നാവിലേക്ക് ഇറ്റിക്കുമ്പോൾ നാവും അകക്കണ്ണും അകക്കാതൊക്കെ ശുദ്ധമാക്കി നാം ദിവസേന നമ്മുടെ ജീവിതയാത്രയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ഇന്ദ്രിയ ശുദ്ധി താനേ സംഭവിക്കുന്നുണ്ടെന്ന് ഗുരു പറയുക. ഇപ്പോൾ കണ്ണ് കാണാൻ പാടുള്ളതേ കാണാവൂ, കാണാൻ പാടില്ലാത്തത് കാണിക്കില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണ വിധേയമാക്കി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇന്നത്തെ തലമുറയെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ലോകം മുഴുവനും ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന തരത്തിൽ ഉള്ള ഉപകരണമായിട്ടാണ് നമ്മുടെ മക്കളൊക്കെ ജനിച്ച് വീഴുമ്പോഴേ നടക്കുന്നത് ഈ ലോകത്തില്ലേ. നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ചുണ്ണാമ്പ് തേക്കണ ആധുനിക യന്ത്രം എന്നാണ് മൊബൈലിൽ നിന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ യന്ത്രവും പിടിച്ചുകൊണ്ട് മക്കൾ അതും പിടിച്ചുകൊണ്ടിരുന്ന ശല്യം ഒഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികൾക്കത് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു കുട്ടിത്തലമുറ ഈ മൊബൈലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണെന്ന് മാറുന്നത്? ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ പഞ്ചശുദ്ധികളിൽ ഇന്ദ്രിയ ശുദ്ധി ആകവേ തന്നെ അവർക്ക് ഒട്ടും കയ്യിലേക്ക് ഒതുക്കാൻ പറ്റാത്ത തലത്തിലേക്കാണ് ഇന്നത്തെ കുട്ടിത്തലമുറ വളർന്നു വരുന്നത്. പിന്നെ ഗൃഹശുദ്ധിക്കും ഇന്ന് കുട്ടിത്തലമുറ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ ഗുരുധർമ്മത്തെ നമുക്ക് അത് ജീവിതത്തിലേക്കുള്ള നമ്മുടെ വലിയ ഒരു ഭാഗമാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ പഞ്ചശുദ്ധി തന്നെയാണ്. രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം എന്നാണ് ഗുരു പറയുന്നത്? സൂര്യോദയത്തിന് മുന്നേ തന്നെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയണം. ഓരോ സൂര്യോദയം കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യോദയം ആണെന്നാണ് ഗുരു പറയുന്നത്. നമുക്ക് എത്ര പേർക്ക് അതൊന്ന് സാധിക്കാൻ പറ്റുന്നുണ്ട്? പ്രത്യേകിച്ചും കൊറോണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വൈകി ഉറങ്ങി വൈകി എണീക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞു. ഇന്ന് സൂര്യോദയം എത്ര പേരിന്ന് കണ്ടിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് കാണാൻ പറ്റിയ സൂര്യോദയം? 3 കൈ എണ്ണി പിടിച്ചാൽ 4 കൈ വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഭാഗ്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാകണം. നമ്മളെല്ലാവരും വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഭാഗ്യം വേണ്ട എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ? ഒരിക്കലും ഇല്ല. അറിഞ്ഞോ അറിയാതെയോ ഭാഗ്യം ഞങ്ങൾക്ക് എന്നും ഉണ്ടാവണേ എന്നാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വയ്ക്കുന്ന ഒരു പ്രാർത്ഥന പോലും. അപ്പോൾ ഗുരു പറയാണ്, ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ, ഭാഗ്യോദയം വരണമെങ്കിൽ നീ ധൈര്യമായിട്ട് എല്ലാ ദിവസത്തെയും എന്ത് കണ്ടാൽ മതി? സൂര്യൻ ഉദിക്കുന്നത് കണ്ടാൽ മതി. ആ സൂര്യൻ 1 കോടി ദിവാകരരൊത്തുയരുന്ന പോലെ നമ്മുടെ ഉള്ളിലും ഈ പറഞ്ഞ ജീവൻ്റെ വെളിച്ചത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ രാവിലെ സൂര്യോദയം കണ്ട് പഞ്ചശുദ്ധി കണ്ട് പഞ്ചധർമ്മം ആചരിച്ച്. എന്താണ് പഞ്ചധർമ്മം? ഇതൊക്കെ നിത്യവും ആചരിക്കേണ്ടതായതുകൊണ്ടാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ കുറച്ച് ഏടുകളെങ്കിലും ഓരോ ദിവസവും നമുക്ക് ആചരിക്കണം, നിത്യജീവിതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റണമെന്ന് പറയുന്നത്. കാരണം ഇതൊക്കെയാണ് നമുക്ക് ഈ ഭാഗ്യത്തെ കൊണ്ടുവരുന്നത്. യഥാർത്ഥ ഭാഗ്യം എന്താണെന്ന് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ പഞ്ചധർമ്മം എന്ന് പറയുന്നത് അഹിംസ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അഹിംസ, സത്യം, അസ്തേയം, വ്യഭിചാരം, ലഹരി വർജനം. ഇന്ന് ഈ പഞ്ചധർമ്മം എല്ലാ ദിവസവും ആചരിക്കാൻ കഴിയുന്നുണ്ടോ? അഹിംസ നമ്മൾ എത്ര ശ്രമിച്ചാലും വാക്കുകൊണ്ടൊക്കെ നമ്മൾ എത്ര പേരെ ഓരോ ദിവസവും ഹിംസിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഗുരുവിൻ്റെ ധർമ്മം നമുക്ക് എല്ലാ ദിവസവും പാലിക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രാർത്ഥനയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കാൻ കഴിയും. ഒരു തിയറിയായിട്ട് നമുക്കത് ഉള്ളിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ അതിനെ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് അത്രയും ഉൾക്കരുത്തുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. ഈ ഉൾക്കരുത്ത് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും അറിഞ്ഞ് ഈശ്വരൻ തന്നെ നമ്മുടെ ഉള്ളിൽ ക്യാമറ കണ്ണുകൾ പോലെ സാക്ഷിഭാവത്തിൽ നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിന്തയെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറയുന്നത്. ഈ ഒരു ചിന്തയെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞാൽ പഞ്ചശുദ്ധിയും പഞ്ചധർമ്മത്തെ നമുക്ക് ആചരിക്കാൻ കഴിയും. ഈ ലോകം എത്ര ധർമ്മച്യുതി നിറഞ്ഞതാണെങ്കിലും, എത്ര ചതിക്കുഴികൾ നിറഞ്ഞതാണെങ്കിലും, നമ്മൾ സഞ്ചരിക്കുന്ന പാത അല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്ര കൃത്യമായിട്ട് നമുക്ക് ഒരു കുഴപ്പവും കൂടാതെ കൊണ്ടുപോകാൻ കഴിയും. അടുത്ത തലമുറയും ഇങ്ങനെ സുരക്ഷിതരായി അവരുടെ ജീവിതയാത്ര കൊണ്ടുപോകണമെന്നല്ലേ ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനമ്മയും ആഗ്രഹിക്കുന്നത്? അപ്പം നമുക്കത് ആർജിച്ചാൽ മാത്രമേ അത് അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ.
അല്ലാതെ മക്കളെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. നമ്മൾ ജീവിച്ച കാലഘട്ടത്തിൽ ഇത്രയൊന്നും ധർമ്മച്യുതി ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വീട്ടുകാരെ പോലും സംശയമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ടീച്ചർമാരൊക്കെ വരുമ്പോൾ മകനെ അല്ലെങ്കിൽ മകളെ അടുത്ത ക്ലോസ് റിലേറ്റീവ്സിനെ പോലെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സ്കൂളിൽ ഇപ്പോൾ ഒരു ഡേ കെയർ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഡേ കെയറിലേക്ക് കുഞ്ഞുങ്ങളെ വിടാനൊരു പേടി. കാരണം അവരെങ്ങനെയാണ് മക്കളെ നോക്കുന്നതെന്ന് അറിയില്ല. ഇന്നിപ്പോൾ പ്ലേ സ്കൂളും ഡേ കെയറിലൊക്കെ ക്യാമറയുണ്ട്. ഇപ്പം നമ്മളൊക്കെ അമ്മമാരൊക്കെ ജോലി സ്ഥലത്തിരുന്നാൽ അവരെ ഫോൺ എടുത്ത് വെച്ചിട്ട് എൻ്റെ മോളിപ്പോൾ എന്ത് ചെയ്യണോ, എൻ്റെ മോൻ എന്ത് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ കാണാം കുഞ്ഞ് ഉറങ്ങുവാണോ, ഭക്ഷണം കഴിക്കുവാണോ, അല്ലെങ്കിൽ ഡേ കെയറിൽ ആയ എങ്ങനെയാണ് മക്കളെ നോക്കുന്നതെന്നൊക്കെ കാണാൻ കഴിയുന്ന അത്രയും ടെക്നോളജി വളർന്ന ഈ കാലഘട്ടത്തിലും സാമാന്യമായ ധാർമ്മികത ഇന്ന് എല്ലാ തലത്തിലും പോയിരിക്കുന്നത് കൊണ്ട് വിശ്വസിച്ച് ഒരാളെയും കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത ബ്ലഡ് റിലേഷനിൽ പോലും ആരെയും ഇന്ന് മക്കളെ ഏൽപ്പിക്കാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇങ്ങനെ മൂല്യച്യുതി നിറഞ്ഞ കാലഘട്ടത്തിൽ മക്കളെ സുരക്ഷിതരായി എങ്ങനെയാണ് നമുക്ക് ലോകത്ത് വളർത്താൻ കഴിയുക? പക്ഷെ നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥനയും അതാണ്. അതിന് ഈ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത്? ധർമ്മ രക്ഷതി രക്ഷിത. നമ്മൾ ധർമ്മത്തെ മുറുകെ പിടിക്കുക. നമ്മളുടെ കുടുംബം ധർമ്മത്തിൻ്റെ വഴിയിൽ കൂടി സുരക്ഷിതരായി നടന്നുകൊള്ളുമെന്ന് ഗുരു ഉറപ്പ് തരുന്നു. അപ്പോൾ ഓരോ കുടുംബം അങ്ങനെ പോകുമ്പോഴോ ആ സമൂഹം തന്നെ, ആ സമുദായം തന്നെ ധാർമ്മികമായ പാതയിൽ കൂടി സഞ്ചരിക്കുന്നവരാകുന്നു. അവിടെയാണ് ഗുരുധർമ്മത്തിൻ്റെ പ്രസക്തി. ഇന്ന് എന്തിനേക്കാളും ഇന്ന് ലോകത്തുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും മഹാ ഔഷധമായിട്ട് ഇന്ന് തിളങ്ങി നിൽക്കുന്നത്. ഈ ഒരൊറ്റ മറുമരുന്നേ ഉള്ളൂ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ടെൻഷനും മാറ്റാൻ പാകത്തിന്. ടെൻഷനൊക്കെ നമുക്ക് വേണ്ടാതെ ജീവിക്കണമെങ്കിൽ ഈ ഒരു പോംവഴി മാത്രമേ നമുക്കിന്ന് ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പഞ്ചധർമ്മത്തിൽ ഈ പറഞ്ഞ അഹിംസ, ഈ ഉൾക്കരുത്ത് നമുക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ഹിംസിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ നാവ് വാക്ശുദ്ധിയോടുകൂടി തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ അധീനമായിരിക്കും. അപ്പം നമ്മളെ തന്നെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള കർമ്മഫലം അവരനുഭവിച്ചോളും. അങ്ങനെ ഒരു തലത്തിലേക്ക് ധാർമ്മികമായി നമുക്ക് ഉയരാൻ കഴിയും. അഹിംസ, സത്യം, എന്തു വരുമ്പോഴും സത്യം മാത്രമേ പറയാവൂ എന്ന് തന്നെയാണ് ഗുരു ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ അപ്രിയ സത്യം നാ ബ്രൂയാത്ത് എന്നുള്ള ഒരു തത്വം കൂടി നമുക്ക് പുരാണ കഥകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും സത്യം പറയാൻ പറ്റിയില്ലേ, അല്ല കള്ളം പറയാതെ നമുക്ക് ഇരിക്കണം. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ പ്രശ്നം വരുമെങ്കിൽ അപ്രിയ സത്യം നാ ബ്രൂയാത്ത് എന്നുള്ള ഒരു നിയമവും നമുക്ക് മുറുകെ പിടിക്കാം. സത്യം പറയാതിരുന്നാലും ചിലപ്പോൾ അത് കള്ളത്തരമാകുമെങ്കിൽ എന്നാലോചിച്ച് നോക്കൂ. ആ സത്യത്തെ പറയാനുള്ള ആർജവം ഉൾക്കരുത്തുണ്ടെങ്കിലേ നമുക്കത് സാധിക്കുകയുള്ളൂ. ആ തലത്തിലേക്ക് അങ്ങനെ വരുമ്പോൾ നാം പറയുന്നതെല്ലാം സത്യമായി തീരുന്ന ഗുരു പറയണത്. സത്യം മാത്രം പറഞ്ഞ് നടക്കുന്ന ഒരാൾ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കും. ഇതാരുടെ വാക്കുകളാണെന്നറിയോ? സാക്ഷാൽ ഗുരുദേവൻ്റെ വാക്കുകളാണ്. ഗുരുധർമ്മ വ്യാഖ്യാനം പഠിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. അല്ലാതെ ഇപ്പോൾ ഒരു സന്യാസി വന്ന് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാലല്ല മഴ പെയ്യുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സത്യത്തെ മുറുകെ പിടിച്ച് സത്യം മാത്രമായി ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളും സത്യമായി തീരും എന്ന് ഗുരു നമുക്ക് ഉറപ്പ് തരുന്നു. അപ്പോൾ മഴയൊന്നും പെയ്യിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ഭഗവാന്റെ ആ ശിവത്തെ ചേർത്ത് പിടിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ അഹിംസ, സത്യം, മൂന്നാമത്തത് അസ്തേയം, അതിനെല്ലാം നമുക്ക് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടി വരും. അസ്തേയം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സ്ഥേയം ഇല്ലാത്ത അവസ്ഥ, മോഷണം ഇല്ലാത്ത അവസ്ഥ. പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളാട്ടോ, മുതിർന്നവരുള്ളിലേ ചിന്തിക്കുള്ളൂ. അതിന് നമ്മളാരും മോഷ്ടിക്കാൻ പോണില്ലല്ലോ, ഇഷ്ടമുണ്ടോ? അതൊക്കെ മോഷ്ടാക്കളുടെ ജോലിയല്ലേ മോഷണം എന്ന് തോന്നും. പക്ഷെ ഗുരുവിൻ്റെ വ്യാഖ്യാനം പഠിക്കുമ്പോൾ നമുക്ക് വളരെ തമാശയായി തോന്നുന്നത്, ഒരാളുടെ വസ്തു നമ്മൾ ആഗ്രഹിച്ചാൽ അത് മോഷണമായി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോൾ തന്നെ നമുക്ക് വേണ്ടതൊക്കെ ആര് തന്നിട്ടുണ്ട്? ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ തൃപ്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കർത്തവ്യം. അപ്പോൾ നമുക്കില്ലാത്തത് വേറൊരാളിൽ കാണുമ്പോഴാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഈ ആഗ്രഹം വരുന്നത് ഒരു തരത്തിലുള്ള മനസ്സുകൊണ്ടുള്ള മോഷണമാണ്. അപ്പോൾ എത്ര എണ്ണം നമ്മൾ മോഷ്ടിക്കുന്നുണ്ട് ഓരോ ദിവസവും? മോഷണത്തിൽ നമ്മൾ മിണ്ടണ്ട, നമുക്കിത് എന്തൊക്കെയാണ് നമ്മൾ മോഷ്ടിക്കണേ എന്നുള്ളത്.
അതും നമ്മൾ മോഷ്ടാക്കളായി കഴിഞ്ഞു. അപ്പോൾ അവിടെയും നമ്മൾ പുറകിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. പിന്നീട് ആ വ്യഭിചാരം, മനസ്സുകൊണ്ടുപോലും നമ്മൾ വ്യഭിചാരത്തിൽ ഏർപ്പെടരുതെന്ന് പറയുമ്പോൾ, ഒരു കുടുംബജീവിതത്തിൽ ഗൃഹസ്ഥനായി ജീവിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോടും അതുപോലെ തിരിച്ചും വിശ്വസ്തതയും സ്നേഹവും ബഹുമാനവും സൂക്ഷിച്ച് ജീവിക്കുന്നിടത്ത് എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും താനേ വന്നുകൊള്ളുമെന്ന് ഗുരു പറയുന്നു. ഇനി വ്യഭിചാരത്തിന് കൂട്ടുവെക്കുമ്പോഴോ ഗുരു കൃത്യമായിട്ട് ധർമ്മത്തിൽ പറയുന്നുണ്ട്, അവനവൻ്റെ പേരും മാനം ധനം ശ്രേയസ് ഇതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പം അതുകൊണ്ട് ആ ഒരു വലിയ പവിത്രത മൂല്യത്തെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് കഴിയണം. എന്നിട്ട് അഞ്ചാമത് പറയുന്നത് ലഹരി വർജനം. അതിന് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇന്ന് പല വീടുകളിലും മംഗളകർമ്മങ്ങളിലും അമംഗളകർമ്മങ്ങളിലൊക്കെ ഈ പറഞ്ഞ ലഹരി ഒഴിച്ചുകൂടാനാവാത്ത വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. അതുണ്ടെങ്കിലേ ഒരു സ്റ്റാറ്റസ് ഉള്ളൂ എന്നുള്ള തലത്തിലേക്കും കാലം മാറി എന്ന് പറയുമ്പോൾ ഇല്ലേ, നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, ഏത് ഒരു ഗെറ്റ് ടുഗദർ വരുമ്പോഴും ഈ പറഞ്ഞ ലഹരിയും കൂടി കൂട്ടുപിടിച്ചിട്ടുള്ള സെലിബ്രേഷൻസാണ് ഇന്ന് കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ശ്രീനാരായണീയ സമൂഹ അംഗങ്ങളുടെ വീടുകളിൽ. അപ്പോൾ ഗുരു തന്നിരിക്കുന്ന ഈ പഞ്ചവ്രതത്തെ നമുക്ക് ആചരിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ ആർക്കാണത് മുതൽക്കൂട്ടായി മാറുന്നത്? വ്യക്തി ജീവിതത്തിലും ആ വ്യക്തി നിൽക്കുന്ന കുടുംബജീവിതത്തിലും അത് മുതൽക്കൂട്ടായി മാറുമ്പോൾ അപ്പോഴാണ് ശ്രീനാരായണ ദർശനം ഒരു അഭിവൃദ്ധിയുടെ തലത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുക. ഇപ്പോൾ ഒരു ഋഷിയുടെ ദർശനം അർത്ഥവത്തായി മാറുന്നത് എപ്പോഴാണ്? അത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് പകർത്തി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പുരോഗതിയുണ്ട്. നമ്മുടെ പുരോഗതി അഭിവൃദ്ധിയായിട്ട് ഓരോ ഗുരുവിൻ്റെയും ദർശനം മാറുമ്പോഴാണ് ആ ഗുരുക്കന്മാരുടെ ദർശനം ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെയൊക്കെ പറഞ്ഞാൽ എത്ര പേരാ ചെവി തരിക? കാരണം ശ്രീനാരായണീയർ എന്ന് പറയുന്ന അംഗങ്ങൾ പോലും അത് പാലിക്കുന്നില്ല. അതൊക്കെ അവരുടെ ജീവിതങ്ങളിലും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലൊക്കെ പ്രതിഫലിക്കുന്നത് ഇന്ന് മറ്റുള്ളവർ കാണുമ്പോൾ ആർക്കെങ്കിലും ഈ ദർശനത്തിന് വാല്യൂ കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ ശ്രീനാരായണീയർന്ന് അഭിമാനം കൊള്ളുന്ന നമ്മൾ ഓരോരുത്തരും ഗുരുവിൻ്റെ ദർശനത്തെ ചേർത്ത് പിടിച്ച് ഗുരുവിൻ്റെ ധർമ്മത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ആത്മീയവും ഭൗതികവുമായ അഭിവൃദ്ധി നമുക്ക് കരഗതമാക്കുവാൻ കഴിയും. അപ്പോൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഈ വലിയ അഭിവൃദ്ധി ശ്രേയസ് വന്നു കഴിയുമ്പോൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് അടുത്ത തലമുറയും വളർന്നു വരിക അഭിവൃദ്ധിയുടെ വലിയ ഉത്തുംഗ ശൃംഗത്തിലേക്കായിരിക്കും. ഗുരുവിൻ്റെ ധർമ്മം പഠിക്കുന്ന ഏതൊരുവിനും മനസ്സിലാകുന്ന ഒരു സത്യമാണിത്. അപ്പോൾ ഈ പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും കൊച്ചു കുട്ടി മുതൽ സന്യാസിമാർ വരെ ആചരിക്കണം എന്ന് ഗുരു പഠിപ്പിച്ചിട്ട് ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഗാർഹസ്ഥ്യ ധർമ്മം പഠിപ്പിക്കുന്ന 6-ാമത്തെ അധ്യായത്തിൽ ഗുരു പഞ്ചമഹായജ്ഞങ്ങളെ നമുക്ക് തരികയാണ്. പഞ്ചമഹായജ്ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഗുരുധർമ്മത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഗുരു പറയുന്നൊരു വാചകമുണ്ട്. ആയുരാരോഗ്യ സുഖദായകവും ഹിതപ്രദവുമായ ഗുരുധർമ്മം ആചരിക്കുന്നവൻ ലോകത്തിൽ സുഖിയായും ഐശ്വര്യവാനായും ആയുഷ്മാനായും കാണപ്പെടും. എല്ലാവർക്കും അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കണോ? എന്നാലോചിച്ച് നോക്കൂ. ആയുരാരോഗ്യ സുഖദായകവും ഹിതപ്രദം എന്ന് വെച്ചാൽ ആർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഗുരു പറയുന്നത്. ഗുരു തന്നെ പറയുന്നുണ്ട്, ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിർമ്മലമായ മനസ്സോടുകൂടി കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഇപ്പോൾ ഇത് കേട്ടിട്ട് ഇതെന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയോ? ഇവിടെ ഈ നിസാരമായ ഈ 5 ശുദ്ധികളും കേൾക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാകുന്ന 5 ധർമ്മങ്ങളും, സാമാന്യ ധർമ്മം എന്നാണ് പഞ്ചധർമ്മത്തെക്കുറിച്ച് പറയുന്നത്. ഈ സാമാന്യ ധർമ്മമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ വലിയ ഗഹനമായിട്ടുള്ള തലത്തിലാണോ ഗുരു നമുക്ക് ധർമ്മം പറഞ്ഞു തരുന്നത്? എന്നും ആചരിക്കേണ്ടത് തോന്നിയോ? അങ്ങനെ എത്ര ലളിതമായിട്ടാണ് നമുക്കൊക്കെ ഇത് ഫോളോ ചെയ്യാൻ പാകത്തിനല്ലേ ഗുരു പറഞ്ഞു തരുന്നുള്ളൂ. അഹിംസ പറ്റണത് നമുക്ക് പാലിക്കാൻ കഴിയും, സത്യവും പറ്റും, അസ്തേയവും പറ്റും. ഈ പറഞ്ഞ മാതിരി നമ്മളുടെയൊക്കെ വീടുകളിൽ ബ്രഹ്മചര്യം, അതായത് ആ വ്യഭിചാരം, അത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ലഹരി വർജനവും നമുക്ക് പാലിക്കാൻ കഴിയും. ഈ ഒരു വ്രതം നമുക്ക് പിടിക്കാൻ പറ്റിയാൽ, ഈ ഒരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഇത് തന്നെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ അഭിവൃദ്ധിയായിട്ട് മാറുക. അപ്പോൾ ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ 1 വയസ്സ് മുതൽ സന്യാസിമാർ വരെ, ഇപ്പോൾ മരണാസന്നരായി കിടക്കുന്ന ആൾക്കാർ വരെ പാലിക്കേണ്ടതാണെങ്കിൽ
ഗൃഹസ്ഥാശ്രമിക്ക് സ്പെഷ്യലായി കൊടുക്കുന്ന ഒരു പാക്കേജാണ് എന്ത്? പഞ്ചമഹായജ്ഞങ്ങൾ. അപ്പോൾ ഈ ധർമ്മത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ഹിതപ്രദമായ ഗുരുധർമ്മം ആചരിക്കുന്നവൻ ലോകത്തിൽ സുഖിയായിരിക്കും. ഏത്? മനസ്സിനും ശരീരത്തിനും സുഖം അനുഭവപ്പെടുന്ന തലത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ മനസ്സും ശരീരം ഒരേപോലെ സുഖം അനുഭവിക്കുന്നവരാണോ? കുറച്ച് പേരൊക്കെ ഉണ്ടാകും. മനസ്സുഖമുള്ളവർക്ക് ശരീരസുഖം ഉണ്ടാവാറില്ല പൊതുവേ. കാരണം പ്രായമുള്ളവർക്കായിരിക്കും മനസ്സുഖം ഉണ്ടാവുക. കാരണം എന്താ അറിയോ? ഓ, കണ്ടും കേട്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ ജീവിതം എന്ന് വിചാരിക്കുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിന് വലിയ ആദ്യമൊന്നും ഉണ്ടാവില്ല. ചിന്തിച്ച അന്തമൊന്നുമില്ല, ചിന്തിക്കാതിരുന്നാൽ ഒന്നുമില്ല, കുന്തുമില്ല. അങ്ങനെ എന്താ പറയുക മലയാളത്തിൽ നമ്മൾ സ്പോക്കൺ മലയാളം പറയുമ്പോൾ. അപ്പം എന്താണെങ്കിലും മനസ്സുഖമുള്ള പ്രായമുള്ള ആൾക്കാർക്ക് ശരീരസുഖം ഉണ്ടാവില്ല. മനസ്സ് പോകുന്നിടത്ത് കൈയും കാലും എത്താത്തതുകൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ രോഗപീഠകളുള്ളത് കൊണ്ടും ശരീരസുഖം ഇല്ല എന്ന് പറയും. ഇനി ചെറുപ്പക്കാർക്കാണെങ്കിലോ മനസ്സ് പോകുന്നിടത്ത് കൈയും കാലും ഒക്കെ ഓടും, ശരീരസുഖം ഉണ്ടാകും. എന്തുണ്ടാവില്ല? മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. കാരണം ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പൈസ ഒപ്പിക്കണ്ടേ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടത്തട്ടെ. ഇങ്ങനെയുള്ള ടെൻഷൻ പിടിച്ച് ഓടുന്ന ഒരു കൂട്ടർക്ക് ശരീരസുഖം ഉണ്ടെങ്കിലും മനസ്സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഗുരു പറയാണ്, ഈ ധർമ്മം, ഗുരുധർമ്മം ആചരിച്ചാൽ നിനക്ക് ശരീരത്തിനും സുഖം കിട്ടും, മനസ്സിനും സുഖം കിട്ടും. പിന്നെ എന്തും കൂടിയുണ്ട്? ആയുഷ്മാനായി ഇരിക്കാൻ കഴിയും. നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ കുറേ നാൾ ആയുസ്സായിട്ടിരിക്കുന്നത്. ഒരു 90-100 വയസ്സ് വരെ ഇരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പറയുമ്പോൾ നമ്മൾ പറയും ഇപ്പം അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും, എന്തെങ്കിലും സങ്കടത്തിലെ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? പിന്നെ മക്കളൊക്കെ കരയെത്തണ കാണണ്ടേ, ചെറുമക്കൾ കരയെത്തുന്നത് കാണണ്ടേ. അപ്പോൾ ഈ തലത്തിൽ കുറച്ചും കൂടി വർഷങ്ങൾ എനിക്ക് ഈശ്വരൻ തരും, ഞാനൊരു 90 വയസ്സ് വരെയൊക്കെ ഇരിക്കും, നേരത്തെ ഒന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ വയ്ക്കുന്നത്. അപ്പോൾ നിന്നിപ്പോൾ തട്ടിപ്പോയാൽ എന്താ പറയണ്ടാവുക? ആയുസ് പോയി, അകാല മൃത്യു വരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. പക്ഷേ ഗുരുധർമ്മം അറിഞ്ഞാൽ ആയുഷ്മാൻ എന്നുള്ള അർത്ഥവും മാറും. ഇത് പല പ്രഭാഷണങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് തോന്നി ഒന്നും കൂടി വിശദീകരിച്ച് പറയുക കേട്ടോ. ആയുഷ്മാൻ്റെ അർത്ഥം എന്താ? ഡെഫിനിഷൻ എന്താ? കുറേ വർഷം ഇരിക്കുന്ന ആൾ ആയുഷ്മാൻ ആണല്ലേ. എന്തെങ്കിലും ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇനി ഞാൻ അതിൻ്റെ നിർവചനം പറഞ്ഞ് ഞാൻ തിരിച്ചു പറയരുത്. പലപ്പോഴും ഞങ്ങൾ ഉദാഹരണം പറയാറ് ഒരു 30 വയസ്സുള്ള ആളെയും 90 വയസ്സുള്ള ആളെയാണ് പറയാറ്. 90 വയസ്സുള്ള ആൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കൃപണനായിട്ട് ജീവിക്കുന്ന ആളാണ്. 10 പൈസ ആർക്കും കൊടുക്കില്ല. അദ്ദേഹം എല്ലാം എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിനും, എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്, ആര് വേണമെങ്കിലും വരാം. 90 വയസ്സുള്ള സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ. ഞാൻ 90 വയസ്സുള്ള എ കഥാപാത്രം എന്നാണ് എന്നെ വിളിക്കുന്നത്. ഈ പറഞ്ഞ കഥാപാത്രം എ എല്ലാം അവരവരുടെ കുടുംബത്തിന് വേണ്ടി സ്വരുക്കൂട്ടി 10 പൈസ ആർക്കും കൊടുക്കാതെ ദാനം ചെയ്യാതെ ജീവിച്ചു. 60 വയസ്സായി. മക്കളൊക്കെ അവരവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ ചേക്കേറി. അച്ഛൻ അല്ലെങ്കിൽ അമ്മ കൊടുത്ത പണമൊക്കെ അവർ ഉപദേശവും ധനമൊക്കെ മക്കൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു വാചകം പറഞ്ഞു, 70 വയസ്സ് 80 വയസ്സാകുമ്പോഴേക്കും കുടുംബത്തിൽ നിന്നും നമ്മൾ റിട്ടയർ ആകും അല്ലേ. കണ്ണും കാതൊക്കെ വർക്ക് ചെയ്യാതെ വരുമ്പോൾ അപ്പാപ്പൻ അവിടെ പോയിരുന്നോ, അമ്മൂമ്മ ഇതിലൊന്നും ഇടപെടേണ്ട അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് മക്കളും ചെറുമക്കളൊക്കെ നമ്മളെ മാറ്റി നിർത്തും. അപ്പം അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇരിക്കുകയാണ് ഈ പറഞ്ഞ 90 വയസ്സുള്ള എ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആയുഷ്മാനായിട്ട് ഇരിക്കുകയാണല്ലേ അദ്ദേഹം, ഇല്ലേ? സംശയമൊന്നുമില്ലല്ലോ, അദ്ദേഹം ആയുസ്സുള്ള ആളായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ 30 വയസ്സുള്ള ബി എന്ന കഥാപാത്രം കൃപാലു ആയിട്ടാണ് ജീവിക്കണത്. നമ്മൾ ആ ശ്ലോകം ചൊല്ലി, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, സ്വാർത്ഥത വിട്ട് ഈ കൃപാലുവായ മനുഷ്യൻ ദാനം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന സമ്പത്തിൻ്റെ ഒരു ഓഹരിയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, പറ്റണ സഹായം ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ധനം, സമയം, എനർജി ഇതൊക്കെ അദ്ദേഹം ദാനം ചെയ്യുന്നുണ്ട്. 30 വയസ്സിൽ നിന്ന നിപ്പിൽ മരിച്ചുപോയി. അപ്പോൾ നമ്മൾ പറയുന്നു, അയ്യോ നല്ലൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന് അകാല മൃത്യു വന്നു, ആയുസ്സില്ലാണ്ടായിപ്പോയി എന്ന് പറയുന്നു. പക്ഷെ ഗുരുവിൻ്റെ ധർമ്മം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിർവചനം, ഈ 90 വയസ്സുള്ള ആൾ കണ്ണും കാതും ഒക്കെ വർക്ക് ചെയ്യാണ്ടായപ്പോൾ തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ ഏകദേശം
മൃതപ്രായനായി, ഇല്ലേ? അപ്പോൾ പലപ്പോഴും ഞാനൊക്കെ തമാശയ്ക്ക് കേട്ടിട്ടുള്ള ഒരു വാചകമാണ്, ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ നമ്മളേതെങ്കിലും സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ, പണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ, അയ്യോ അങ്ങനെ തട്ടിപ്പോയില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറില്ല നമ്മൾ പലരെയും. വയസ്സുള്ള ആൾക്കാർ, അമ്മ അവിടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്, അമ്മ തന്നെ പറഞ്ഞിട്ടാണെങ്കിൽ അമ്മ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അങ്ങനെ, ഇല്ലേ? ചില പ്രായമുള്ള ആൾക്കാർ നമ്മളങ്ങനെ പറയാറില്ലേ, കാരണവർ ഇപ്പോഴും ഉണ്ടല്ലേ, തട്ടിപ്പോയിട്ടുണ്ടാവുന്ന ഓർത്തത് എന്ന് പറയുന്നൊരവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കൃപണനായി ജീവിച്ച മനുഷ്യൻ ആരുടെയെങ്കിലൊക്കെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവും. അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ പണ്ടേ തീർന്നു പോയിട്ടുണ്ട്. കാരണം ആർക്കും ഒരു ഉപകാരവും ചെയ്തിട്ടില്ല. ഈ 30 വയസ്സുള്ള ആൾ 30 വയസ്സിൽ, അതായത് അദ്ദേഹം കൃപാലുവായിട്ട് ജീവിച്ച മനുഷ്യൻ 30 വയസ്സിൽ മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സമയവും ധനവും ഊർജവും ഒക്കെ കിട്ടിയിട്ട് ആ ഒരു ഉപകാര സ്മരണയുള്ള കുറേ ആളുകളുണ്ട്. അവരുടെ മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇരിക്കുന്നുണ്ടാവോ? ഉണ്ടാവണം. നന്ദിയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടാകും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചുപോയ ആൾക്കാരാണോ ആയുഷ്മാൻ? മരിച്ചുപോയിട്ടും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് ആയുഷ്മാൻ. ആരാണ് ആയുഷ്മാൻ? ഇനിയൊന്ന് ഉത്തരം പറഞ്ഞേ. നമ്മൾ മരിച്ചു പോയാലും മറ്റുള്ളവരുടെ മനസ്സുകളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആയുഷ്മാന്മാരാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണം? അത് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചോളുക. അപ്പോൾ ഗുരു പറയുന്നു, ഗുരുധർമ്മം പാലിച്ചാണ് നാം നിത്യവും ജീവിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ സുഖിയായിട്ടും ഇരിക്കും, ആയുഷ്മാന്മാരായും മാറും. അപ്പം നമ്മുടെ ഉള്ളിൽ അഹങ്കാരമില്ല, ഈ പറഞ്ഞ ഭക്തി നിറയുന്നു. ഭക്തി നിറയുമ്പോൾ കാരുണ്യം നിറയുന്നു, അനുകമ്പ നിറയുന്നു. അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിടുക. ഈ നവാക്ഷരി എന്നുള്ള ഗുരുവാക്യത്തെ നമ്മൾ ജീവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കൃപയുള്ളവരായി മാറുമ്പോൾ ഈ കൃപ നമ്മൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ എന്തായാലും ആയുഷ്മാന്മാരായിട്ടിരിക്കുന്നു. അതുപോലെ ഐശ്വര്യവാന്മാരായി മാറുന്നു. ഇത് ഗുരുധർമ്മത്തിൽ ഗുരു തരുന്ന വാക്കാണ്. ഐശ്വര്യം എന്ന് പറയുമ്പോൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന തലത്തിൽ ഗുരു നമ്മളെ വിജയികളായി മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം ഭഗവാൻ ക്യാമറ വെച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണല്ലോ നമ്മൾ അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ചിന്തയും വാക്കും പ്രവൃത്തിയൊക്കെ ഈശ്വരീയമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ വിജയവും ഭഗവാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ജീവിച്ച് പഞ്ചമഹായജ്ഞങ്ങൾ എന്നുള്ള ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഗുരു ഒന്നുകൂടി നമ്മളോട് പറഞ്ഞു തരികയാണ്, ഇന്നലെ വരെ നീ എന്തെങ്കിലും അപാകതകൾ നിൻ്റെ ജീവിതത്തിലോ കർമ്മങ്ങളിലോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം പരിഹരിക്കാൻ പാകത്തിന് ഈ പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിച്ചു കൊള്ളുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര കാരുണ്യത്തോടെയാണ് ഗുരു ഗൃഹസ്ഥാശ്രമിയുടെ മുമ്പിൽ പഞ്ചമഹായജ്ഞങ്ങളെ വെക്കുന്നത്. ഇനി ഗൃഹസ്ഥാശ്രമിക്ക് മാത്രം എന്തിനാണ് ഗുരു പഞ്ചമഹായജ്ഞങ്ങളെ കൊടുത്തത്? കാരണം ഗൃഹസ്ഥാശ്രമിയാണ് ബ്രഹ്മചാരിയെ സംരക്ഷിക്കുന്നത്, വാനപ്രസ്ഥയെ സംരക്ഷിക്കുന്നത്, ഈ ലോകത്തെ തന്നെ സംരക്ഷിക്കുന്നത്, സന്യാസിയെയും സംരക്ഷിക്കുന്നത്. സംശയമുണ്ടോ? ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്ന കാലഘട്ടം 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. മക്കളായിരിക്കുന്ന തലമുറ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രഹ്മചാരികൾ. കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണില്ലേ? 60 വയസ്സ് കഴിഞ്ഞ് അച്ഛനമ്മമാരെ നമ്മൾ സംരക്ഷിക്കണില്ലേ? അവരാഗ്രഹിക്കണ പോലെ സംരക്ഷിക്കണില്ലെങ്കിലും സംരക്ഷിക്കുന്നുണ്ടാകണം. പിന്നെ അതുപോലെ സന്യാസി സമൂഹത്തെയും അതുപോലെ ലോകത്തിന് തന്നെയും ഇതേപോലുള്ള കൂട്ടായ്മകളിലൊക്കെയും പിരിവ് കൊടുക്കുന്നവർ മിക്കവാറും ഗൃഹസ്ഥാശ്രമികളായിരിക്കും. അപ്പോൾ അവരവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ദാനം ചെയ്യണമെന്ന് ഗുരു നിർബന്ധപൂർവം പറയുന്നുണ്ട്. എത്ര പങ്കാണ് ദാനം ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ മുസ്ലിം ഫ്രണ്ട്സൊക്കെ നമുക്കുണ്ടെങ്കിൽ അവരുടെ നോമ്പ് സമയത്ത് സക്കാത്ത് കൊടുക്കുന്ന പതിവുണ്ട്. അപ്പോൾ അവർക്ക് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, അവരുടെ വരുമാനത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ 10% അവർ ദാനം ചെയ്യണം എന്നാണ് അത്ര പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ഗുരുവായിരിക്കുന്ന നമ്മുടെ പ്രവാചകനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ശ്രീനാരായണീയരോടും പറഞ്ഞിരിക്കുന്നു, ആകവേ മനുഷ്യരോടും പറഞ്ഞിരിക്കുന്നത്, നീ വാർഷിക വരുമാനത്തിൻ്റെ ഇത്ര പങ്ക് ദാനം ചെയ്തിരിക്കണം. കേട്ടിട്ടുണ്ട് ഇത് മുമ്പ്? എത്ര പങ്കാണ് ദാനം ചെയ്യേണ്ടത്? കേട്ടിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ എത്ര പങ്കെന്ന് അറിയാം? ഇല്ലേ?
അപ്പോൾ ഇവിടെ മുസ്ലിം സഹോദരർ 10% കൊടുക്കുന്നുണ്ടെങ്കിൽ ഗുരു സശരീരനായിരുന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഉപദേശമാണ്. നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളാണ് കടം വാങ്ങിയും ആർഭാടം നടത്തുന്നത്. അപ്പോൾ അത്യാവശ്യം, ആവശ്യം, ആർഭാടം, ഈ 3 തലത്തിൽ നാം ആ കാര്യങ്ങളെ പരിഗണിക്കണമെന്നും ആർഭാടത്തെ മുഴുവനായും ഒഴിവാക്കണമെന്നും ആവശ്യത്തെ കണ്ടറിഞ്ഞ് ചെയ്യണമെന്നും അത്യാവശ്യമാണ് ചെയ്യേണ്ടതെന്നാണ് ഗുരു പറയുന്നത്. എന്നിട്ട് ഗുരു പറയുന്നു, ധാർമ്മികമായി സാത്വികമായി പണം സമ്പാദിക്കണം. ആരുടെ മുമ്പിൽ തലകുനിക്കാനോ നട്ടെല്ല് വളയ്ക്കാനോ പാടില്ലാത്തതാകുന്നു. അപ്പം എത്ര കാരുണ്യത്തോടെയാണ് ഗൃഹസ്ഥാശ്രമയോട് ബ്രഹ്മർഷിയായിരിക്കുന്ന ഗുരു പറയുന്നതെന്ന് ഓർത്ത് ആലോചിച്ച് നോക്കൂ. ആരുടെ മുമ്പിലും തല കുനിക്കാതെ നട്ടെല്ല് വളയാതെ സാത്വികമായി ധാർമ്മികമായി ധനം സമ്പാദിച്ച്, ധനം എന്തിനാ സമ്പാദിക്കുന്നത്? അന്നവും വസ്ത്രവും വാങ്ങാൻ ധനം വേണമല്ലേ? ഈ ധനം സമ്പാദിക്കുന്നതിലാണ് വാർഷിക വരുമാനത്തിൻ്റെ ഒരു പങ്ക്, 1%. എത്രയാണ് വാർഷിക വരുമാനത്തിൻ്റെ? 10% ഒന്നും വേണ്ട. എത്ര കൊടുക്കണം? 1% ദാനം ചെയ്യാൻ കഴിയണം. പക്ഷെ വിഷമിക്കേണ്ട കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയുള്ള കൺവെൻഷൻ വരുമ്പോൾ പലപ്പോഴും കുടുംബ യൂണിറ്റുകൾ, SNDP യോഗങ്ങളുടെയൊക്കെ ഇതിൽ നമ്മൾ ദാനം ചെയ്യുമ്പോൾ 1% കൂടുതൽ ഓഹരി തന്നെ പോകുന്നുണ്ടെന്ന് പറയാറുണ്ട് പല ശ്രീനാരായണീയ ഭവനങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് ദാനം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, നിയമവിധേയമായിട്ട് തന്നെ. അപ്പം ഇങ്ങനെ ആ ദാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗുരുവിൻ്റെ നിയമാവലി അനുസരിച്ച് നമ്മൾ പഞ്ചമഹായജ്ഞത്തിലേക്ക് കടക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമിയോട് ഗുരു പറയുന്നത്, നിൻ്റെ സമ്പാദ്യത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ 1% ദാനം ചെയ്ത് നാളത്തേക്ക് സമ്പാദ്യത്തെ വെച്ചിട്ട് പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കുന്നത് വഴി ഇന്നലെ വരെ ചെയ്തിട്ടുള്ള എല്ലാ പാപക്കറകളെയും, എന്തെങ്കിലും കുറ്റങ്ങൾ, തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിച്ച് നിനക്ക് നിൻ്റെ കുടുംബത്തിന് ധർമ്മത്തിൻ്റെ രക്ഷ കൊടുക്കാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ ഏതാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ? സമയം പോയി. അപ്പോൾ ഒന്ന് വേഗം പറഞ്ഞോളാം, എന്തൊക്കെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ? ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, പല പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള. ഇപ്പോൾ ഇത് പാറപ്പാട് 3ാമത്തെ ശ്രീനാരായണ കൺവെൻഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും പഞ്ചമഹായജ്ഞങ്ങളൊക്കെ നിങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ഇപ്പുറത്തൂടി കളഞ്ഞിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അറിയാത്ത പോലെ ഇരിക്കുന്നത്. 1ാമത്തെ പഞ്ചമഹായജ്ഞം ബ്രഹ്മയജ്ഞം. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഗതിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഗുരു നമ്മളോട് വളരെ ലളിതമായിട്ട് പറയുന്നു, അവരവരുടെ ഭവനങ്ങളിൽ പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും ഒരു വിളക്ക് കൊളുത്തി ഒരു ചന്ദനത്തിരി സുഗന്ധത്തിന് കത്തിച്ച് വെച്ചിട്ട് ഒരു ഉപനിഷത്ത് നിനക്ക് ചൊല്ലുവാൻ കഴിഞ്ഞാൽ ബ്രഹ്മയജ്ഞം സമ്പൂർണ്ണമാകും. നടക്കില്ലേ? ഉപനിഷത്തൊക്കെ ഉണ്ടോ വീടുകളിൽ? ഉപനിഷത്ത് ഏതായിരിക്കുന്ന വീട്ടിൽ? ശ്രീനാരായണ സമ്പൂർണ്ണ കൃതികൾ തന്നെ ഉപനിഷത്ത് സമാഹാരമാണ്. കാരണം ദൈവദശകത്തിനെ ദൈവോപനിഷത്ത് എന്നാണ് വിളിക്കുന്നത്. ഗുരുവിൻ്റെ ഓരോ കൃതിയും ഉപനിഷത്ത് സൂക്തങ്ങളാണ്, വേദാന്തങ്ങളാണ്. അപ്പോൾ വേദത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്നതാണ് വേദാന്തം, വേദാന്തങ്ങളാണ് ഉപനിഷത്തുക്കൾ. ഗുരു പറയുന്നു, ഓരോ ഗൃഹവും ആശ്രമമാകണമെങ്കിൽ വേദാന്തം ആ ഗൃഹത്തിലെത്തണം. അപ്പോൾ ഒരു ഗുരുദേവ സമ്പൂർണ്ണ കൃതികൾ, ഇതിങ്ങനെ ഒരു കൊച്ചു ബുക്കാണ് ശ്രീനാരായണ സമ്പൂർണ്ണ കൃതികൾ. ഈ പുസ്തകത്തിന് ഇപ്പോൾ 90 രൂപയ്ക്കേ ഉള്ളൂ എന്ന് തോന്നുന്നു. 90 120 രൂപയ്ക്കൊക്കെ നമുക്കിത് ശിവഗിരിയിൽ നിന്നും അരിപ്പുറത്തുനിന്നും ആലുവ അദ്വൈതാശ്രമത്തിൽ നമുക്ക് വാങ്ങാൻ കഴിയും. ഈ സമ്പൂർണ്ണ കൃതികളിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ദൈവദശകമോ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗദ്യപ്രാർത്ഥനയോ കോലതിരശസ്തവമോ ശ്രീ വാസുദേവാഷ്ടകമോ, ഇഷ്ടമുള്ള കൃതി, ഇഷ്ടദേവതാ സ്തോത്രം ഏതാണോ ഗുരു നമുക്ക് 65ഓളം പ്രാർത്ഥന തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൃതി ഉരുക്കഴിച്ചാൽ മാത്രം മതി. ഉറക്കച്ചൊല്ലണം. ഉറക്കച്ചൊല്ലുമ്പോൾ വീട്ടിലെ ചുവരുകളിലേക്കും ഈ പ്രാർത്ഥന എത്തും. അതെന്നിട്ട് ഐശ്വര്യമായിട്ട് ആ ഭിത്തി ചുവരുകൾ അത് ആ കുടുംബത്തിലേക്ക് കൊടുക്കുന്ന പറയാം. ഭിത്തിക്ക് ചെവിയുണ്ടോയെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ടല്ലോ. പക്ഷേ ഇത് പ്രാർത്ഥനകൾ ഉറക്കെ ചൊല്ലുന്നത് വഴി ആ ഗൃഹത്തിലേക്ക് ഈ പറഞ്ഞ ഗുരുവിൻ്റെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒരു സുരക്ഷാ കവചമൊരുക്കി ഐശ്വര്യമായിട്ടത് കുടുംബാംഗങ്ങൾക്ക് മടക്കി കൊടുക്കുന്നു. 2ാമത്തെ ദേവയജ്ഞം.
ഇപ്പം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ കേരളത്തിലെ ഓരോ ക്ഷേത്രം എന്ന് പറയുന്നത് ദേശരക്ഷകൻ എന്നുള്ള ഒരു തത്വത്തിലാണ് നമ്മളൊക്കെ ക്ഷേത്രങ്ങളുടെ ആ താന്ത്രികം, ആ ഒരു പ്രാർത്ഥനയൊക്കെ വെക്കുന്നത്. അപ്പോൾ ദേശരക്ഷകനായിരിക്കുന്നത് വഴി നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ ചെന്ന് നമുക്ക് കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ ദേവയജ്ഞം നമുക്ക് സമ്പൂർണ്ണമാക്കാൻ കഴിയും. ഇനി മൂന്നാമത് വരുന്നത് പിതൃയജ്ഞം. പിതൃയജ്ഞം എന്ന് പറയുമ്പോൾ മരിച്ചുപോയ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതോടൊപ്പം തന്നെ പ്രാധാന്യം ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക എന്നതിലും പെടുന്നു. ഒന്ന് ആലോചിച്ചൊക്കെ, എത്ര സൈക്കോളജിക്കലായിട്ടാണ് 100 വർഷം മുമ്പേ ഗുരു നമുക്കിത് പറഞ്ഞു തരുന്നത്. ഇന്നിപ്പോൾ പല വീടുകളിലും അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടാക്കിയ വാർത്തകളും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വീട്ടിലുള്ള പ്രായമായ അച്ഛനമ്മമാർ ഐശ്വര്യമാണെന്നും എത്രയാണെങ്കിലും അച്ഛനമ്മമാരുടെ ഉള്ളിലുള്ള പ്രാർത്ഥനകൾ എന്തായിരിക്കും? മക്കൾക്ക് നല്ലത് വരണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുക. അപ്പോൾ വീട്ടിൽ വയസ്സായ അച്ഛനമ്മമാർ ഉള്ളത് നല്ലതാണോ ചീത്തയാണോ? എപ്പോഴും ഐശ്വര്യമാണെന്നാണ് ഗുരു പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മനഃശുദ്ധി വരുത്തിയില്ല എങ്കിൽ ചിലപ്പോൾ പ്രശ്നമാകും. ഓരോ പിറന്നാൾ കഴിയുമ്പോൾ അച്ഛനമ്മമാർ വീട്ടിൽ ഐശ്വര്യമാണോ ഇല്ലയോ എന്നുള്ളത് ഈ അച്ഛനമ്മമാരുടെ മനഃശുദ്ധിയും വാക്ശുദ്ധിയും പോലെ ഇരിക്കും. അത് അടുത്ത വേറൊരു ചാപ്റ്ററിലേക്ക് വെക്കാം നമുക്ക്. സാധാരണഗതിയിൽ അച്ഛനമ്മമാർ ഉള്ള ഇടം ഐശ്വര്യമുള്ള ഇടമാണെന്നും അവർ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല എങ്കിലും അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നത് വഴി പിതൃയജ്ഞം ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ സമ്പൂർണ്ണമാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അവരെ ശുശ്രൂഷിക്കുന്നത് വഴി പിതൃയജ്ഞം എന്ന മൂന്നാമത്തെ യജ്ഞം നമുക്ക് ഓരോ ദിവസവും സമ്പൂർണ്ണമാക്കാം, ഇല്ലേ? പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മാനുഷയജ്ഞം. ഇപ്പം ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഇരിക്കുന്നത് വഴി മാനുഷയജ്ഞം നിങ്ങളിവിടെ നിവർത്തിക്കുകയാണ്. അപ്പോൾ ഈ 3 ദിവസങ്ങളിൽ ഈ കൺവെൻഷനിൽ 100% സമർപ്പണത്തോടെ പങ്കെടുക്കുകയാണെങ്കിലോ മാനുഷയജ്ഞം നമുക്ക് 100ൽ 100 മാർക്കും കിട്ടി. പിന്നെ 5ാമത് വരുന്നതാണ് ഭൂതയജ്ഞം. അത് നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെടികളുണ്ടെങ്കിൽ അതിന് വെള്ളം കൊടുക്കുന്നത് വരെയും ഭൂതയജ്ഞത്തിൽ പെടുന്നു. ഇനി വീട്ടിൽ വളർത്തുമൃഗങ്ങളും ചെടികളൊന്നും ഇല്ല എങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ മീനൂട്ട് വഴിപാടെന്നൊക്കെ പറയുന്ന ചടങ്ങുകളുണ്ടല്ലോ, ഇതിനൊക്കെ പൈസ കൊടുക്കുന്നത് വഴി നമുക്ക് ഈ പറഞ്ഞ ഭൂതയജ്ഞം എന്നുള്ള ആ ഒരു യജ്ഞവും നിവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, മാനുഷയജ്ഞം, ഭൂതയജ്ഞം, ഇത് ദിവസവും നമുക്ക് അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ മാനുഷ്യ ജീവിതം, കുടുംബജീവിതം ഗുരുധർമ്മം കൊണ്ട് സമ്പൂർണമായി നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഒരു ആശങ്കയ്ക്ക് ഇടകൊടുക്കാതെ അടുത്ത തലമുറയെ നമുക്ക് ധർമ്മത്തിൻ്റെ പാതയിൽ കൂടി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ശ്രീനാന ധർമ്മത്തിൽ കൂടി ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രയും ഓർത്താൽ മതി. ധർമ്മ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ധർമ്മം നമ്മളെ മുറുകെ പിടിച്ചുകൊള്ളും, നമ്മളെ രക്ഷിച്ചുകൊള്ളും. അപ്പോൾ മാത്രമേ ശ്രീനാരായണ ഗുരു എന്ന ഋഷിയുടെ, ബ്രഹ്മർഷിയുടെ ദർശനത്തെ നമുക്ക് അർത്ഥവത്താക്കി ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഈ ഭൂതയജ്ഞത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പല വീടുകളിൽ നിന്ന് നടക്കുന്ന ഒരു ചടങ്ങാണ് രാവിലെ കഞ്ഞി വാർക്കുമ്പോൾ തന്നെ ഒരു പിടി ചോറെടുത്തിട്ട് കിഴക്ക് തെക്ക് മൂലയിൽ കൊണ്ടേ വയ്ക്കും. കാക്കയ്ക്ക് കാകഭോജനം എന്നാണ് പറയുക. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റു പഞ്ചശുദ്ധി ആചരിച്ച് പഞ്ചധർമ്മത്തോടു കൂടിയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ രാവിലെ നമ്മൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഒരു പങ്കെടുത്ത് കാകഭോജനമായി കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ അത് കാക്ക മാത്രമാണോ വന്ന് കഴിക്കുക? ഇല്ലേ, കാക്ക മാത്രമല്ലല്ലോ, മറ്റ് ജീവജാലങ്ങളും ചിലപ്പോൾ പൂച്ച വന്ന് കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ണാൻ വന്ന് കഴിക്കും, ചിലപ്പം വേറെ മറ്റ് ജീവികളൊക്കെ വന്നത് കഴിക്കുന്ന കാണുമ്പോൾ അടുത്ത തലമുറയ്ക്ക് നാം ഭൂതയജ്ഞത്തിൻ്റെ, അതായത് ഈ ലോകം മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റു ജീവജാലങ്ങൾക്കും കൂടി വേണ്ടിയുള്ളതാണെന്നുള്ള വലിയൊരു തത്വത്തെ പറയാതെ പഠിപ്പിക്കുകയാണ് നമ്മൾ. അത് അറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കണില്ല എങ്കിലും അടുത്ത തലമുറയെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു പുണ്യത്തിലേക്ക് നമ്മൾ കടക്കുന്ന ആ ഒരു ഭാഗ്യം കൂടി നമുക്ക് കിട്ടുകയാണ് ഇതൊക്കെ ചെയ്തു വരുമ്പോൾ.
പുറമേയുള്ള സമ്പത്തിനേക്കാളും വലിയൊരു ധന്യതയാർന്ന ഒരു ഭാഗ്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. എന്താണ് ആ ഭാഗ്യം? ഈശ്വരൻ നമുക്ക് തന്ന ആ അറിവിനെ, അവസാന ശ്വാസം വരെയും നമുക്ക് കൂട്ടുണ്ടായിരിക്കുന്ന ആ അറിവിനെ ഭാഗ്യമായി മാറ്റാൻ പറ്റുന്ന, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന പാകത്തിന് യഥാർത്ഥ ഈശ്വര ഭക്തന്മാരെ നമുക്ക് മാറാൻ കഴിയും. ഇതൊന്നും മാത്രമേ നമുക്കിന്ന് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇല്ലേ? ബാഹ്യമായ സമ്പത്തൊക്കെ നമ്മൾ എത്ര കൂട്ടി വെച്ചാലും നമ്മുടെ കൂടെ തന്നെ ഇതുണ്ടാവുന്ന ഉറപ്പുണ്ടാവും? ഇല്ല. ആ ഭാഗ്യമൊക്കെ ദൗർഭാഗ്യമായിട്ട് മാറാം. അതൊരു മാറാ രോഗം വന്നാൽ മതി, അതെല്ലാം മലവെള്ളം പോലെ കുത്തിയൊലിച്ചു പോകാം. പക്ഷേ ഗുരുധർമ്മം അനുസരിച്ച് ഗുരുവിൻ്റെ കൃപയെ നമ്മൾ ഉള്ളിലേക്ക് ചേർത്ത് പിടിച്ചാൽ, ഗുരു നമുക്ക് തന്നിട്ടുള്ള ഈ അറിവിനെ മഹാഭാഗ്യമായി അതിലേക്ക് സമ്പത്തിനെ ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മഹാഭാഗ്യവാന്മാരായി നമുക്ക് മാറാൻ കഴിയും. ഉള്ളിലിരിക്കുന്ന സച്ചിദാനന്ദത്തെ അറിഞ്ഞ്, ഇത് സത്തായിരിക്കുന്ന ചിത്തിൽ ആനന്ദം നിറഞ്ഞ് ആ ലഹരിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ബാഹ്യമായിട്ടുള്ള ഒരു ലഹരിയെ നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എന്തായാലും ഈ ഒരു ചെറിയ പ്രഭാഷണം, വളരെ ലളിതമായിട്ടുള്ള വിഷയം, നമ്മുടെയൊക്കെ മനസ്സുകളിൽ എന്തെങ്കിലും ഒരു ചലനം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ വേദിയിൽ ഇതിരുന്ന് കേട്ടു, ഇവിടുന്ന് അങ്ങ് പോകുമ്പോൾ ഒരു ചെവി കൂടെ കേട്ടു മറു ചെവി കൂടി കളയാത്ത വിധത്തിൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ അതിനെ ഉറപ്പിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മഹാഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യത്തെ നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിലും ഇതുവഴി വരുന്ന ആ അഭിവൃദ്ധിയും ആ ധന്യതയും ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിലും ഉറപ്പിച്ചു നിർത്തുവാനും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷനിലേക്ക് ഈയുള്ളവളെ ക്ഷണിച്ചതിന് ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ച ജയപ്രകാശ് സാറിനും അതുപോലെ ഈ കൺവെൻഷൻ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം, നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്തായാലും ഒരിക്കൽ കൂടി എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ എളിയ പ്രഭാഷണം ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.